വെൽക്കം ബാക്ക് ടു ദ ടോക്ക് ഷോ വിത്ത് മുനീർ അൽ വഫ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ടോക്ക് ഷോയിലേക്ക് സ്വാഗതം. പ്രവാസികൾ മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള ആൾക്കാർ ഒരുപാട് കാര്യങ്ങളിൽ അശ്രദ്ധയോടുകൂടി നാം ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്ന വിപത്ത് അതിഭീകരമാണ് എന്ന് നാം തിരിച്ചറിയുന്നത് അതിൽ പെട്ട് കഴിയുമ്പോഴാണ്. എന്തായാലും നാഷണൽ ഡേ ആണ് UAE ഇപ്പോൾ വന്നിരിക്കുന്നത്, ഈ ഡിസംബർ 2-ാം തീയതി. എല്ലാവർക്കും നാഷണൽ ഡേയുടെ ആശംസകൾ. ഹാപ്പി ഈദ് അൽ ഇത്തിഹാദ്. ഇനി നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. അതായത് നമ്മുടെ മൊബൈലിലൊരു മെസ്സേജ് വരുന്നു, ആ മെസ്സേജ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇമെയിലൊരു മെസ്സേജ് വരുന്നു, അതിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മളതല്ലെങ്കിൽ എത്തിസലാത്തിൻ്റെ ഒരു ബില്ലടക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡൂവിൻ്റെ ഒരു ബില്ലടക്കാൻ ഗൂഗിളിൽ പോയിട്ട് നമ്മൾ ബില്ലടിക്കാനുള്ള എത്തിസലാത്തിന് ടൈപ്പ് ചെയ്യുന്നു, ഒരു ലിങ്ക് വരുന്നു, അവിടെ ക്ലിക്ക് ചെയ്യുന്നു, നമ്മുടെ കാശ് പോകുന്നു. അങ്ങനെ നിരവധി വാട്സപ്പിലൂടെ ഒരു മെസ്സേജ് വരുന്നു, ക്ലിക്ക് ചെയ്യുന്നു, നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്നും നാം അറിയാതെ പണം പോകുന്നു. ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ, നമ്മുടെ സൈബർ അറ്റാക്ക്, അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ വന്നിട്ട് നമ്മുടെ കാശ് പോകുന്നത് നമ്മൾ അറിയാതിരിക്കുന്ന ഒരവസ്ഥ പല പ്രവാസികൾക്കും മാത്രമല്ല ആർക്കും, ലോകത്തുള്ള എവിടെയുള്ളവർക്കും ഇത് നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വിഷയം, വളരെ ചൂടുള്ള വിഷയമാണ്. എല്ലാവർക്കും അറിയാം, പക്ഷേ അറിയില്ല. ചെയ്യണ്ടെന്നുണ്ട്, പക്ഷേ അറിയാതെ ചെയ്തു പോകും. KFCയുടെ ഒരു KFCയുടെ ബക്കറ്റ് ഫ്രീ ആണെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് പ്രൈസ് ആണെന്ന് പറഞ്ഞ് നമ്മൾ പറ്റിക്കപ്പെട്ട ഒരു കാലം അടുത്തുണ്ടായിരുന്നു. അതേപോലെ പല രീതിയിലും പല ഈവൻറ്റിൻ്റെയും ടിക്കറ്റുകൾ ഫ്രീ ആണെന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യാൻ പറയും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോൺ തന്നെ ഹാക്ക് ചെയ്യപ്പെടുന്ന അവസ്ഥ, നമ്മളുടെ ഡാറ്റ മുഴുവനും ചോർന്നു പോകുന്ന അവസ്ഥ. സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഈ ഒരു സൈബർ ലോകത്തുള്ള ഫ്രോഡ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഇന്ന് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് എൻ്റെ പ്രിയങ്കരനായ സുഹൃത്തും ഐടാക് ടെക്നോളജീസിൻ്റെ മാനേജിംഗ് ഡയറക്ടറുമായ മിസ്റ്റർ അബൂബക്കർ. വെൽക്കം ടു ദ ഷോ. താങ്ക് യു മുനീർ ഭായ്. ഇറ്റ് വാസ് ഗ്രേറ്റ്. ഈ ഒരു സബ്ജക്റ്റ് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ ഈ ഒരു എഫക്റ്റീവായിട്ടിരിക്കുന്ന ഈ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ എഫക്റ്റ് ചെയ്യുന്ന ആളുകൾ സാധാരണക്കാരനാണ്. യെസ്. അപ്പോൾ അവരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഞങ്ങളൊരു പ്രൊഫഷണലായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് കൂടുതലും കോർപ്പറേറ്റ് ലെവലിലുള്ള കമ്പനികളിലാണ്. സാധാരണക്കാർക്ക് ഞങ്ങൾക്ക് എത്തിച്ചെല്ലാൻ പറ്റുന്നില്ല. കറക്റ്റ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ടോക്ക് ഷോ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വാസ് സോ എക്സൈറ്റഡ്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. പറഞ്ഞ ഉടനെ നമുക്ക് എന്തായാലും ചെയ്യണം. ഇറ്റ്സ് സംതിങ് ടു ദ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സൊസൈറ്റിയിലേക്ക് നമ്മൾ എത്തുമ്പോൾ പല ആൾക്കാരും ഒരുപാടധികം കബളിപ്പിക്കപ്പെടുന്ന ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ഷോ ചെയ്യുമ്പോൾ ആരെങ്കിലൊക്കെ ഒരാൾക്ക് അതിനെ കൊണ്ട് ഗുണമുണ്ടായെങ്കിൽ ദാറ്റ് വിൽ ബി ദ ഹാപ്പി തിങ്. കറക്റ്റ്. അപ്പോൾ ആക്ച്വലി പറഞ്ഞാൽ ഇപ്പം ഒരാളോട് ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ, ഒരു സ്റ്റുഡൻറ്റിനോട് ചോദിക്കുകയാണെങ്കിൽ +2 കഴിഞ്ഞിട്ട്, അതല്ലെങ്കിൽ പിന്നെ ഈവൺ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാലും വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി, സൈബർ ഫോറൻസിക്, ഇങ്ങനെയാണ് ആൾക്കാർ പറയുന്നത്. അതല്ല, ഒരുപാട് അധികം വെർജിനായിട്ടുള്ള ഒരു മേഖല കൂടിയാണ് ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ബാങ്കിൽ നിന്ന് പോലും നമുക്ക് റാൻസമായിട്ട് ഹാക്കിങ് നടക്കുന്ന കാലഘട്ടം ഇങ്ങനെ വരുന്നു. അപ്പോൾ എന്താണ് സൈബർ സെക്യൂരിറ്റി? സൈബർ സെക്യൂരിറ്റി ഒരു ന്യൂ ടേമാണ്. ആക്ച്വലി സൈബർ സെക്യൂരിറ്റി എന്ന ടേം വരണക്കാട്ടി മുന്നേ തന്നെ ഇതൊക്കെ നടന്നിരുന്നു. ഓക്കെ. പക്ഷേ ഡിഫറെൻറ്റ് വേ അതായിരുന്നു അതിൻ്റെ ഒരു പ്രോസസ്സ്. സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ശരിക്കും ഒരു സൈബർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു ഭാഗത്തിൻ്റെ ഒരു വിഭാഗമാണ് സൈബർ സെക്യൂരിറ്റി. അതായത് ഓൺലൈനിൽ നടക്കുന്ന ഏത് കാര്യത്തെയും, നമ്മുടെ ഡാറ്റ, നമ്മുടെ ഇൻഫർമേഷൻ, നമ്മുടെ നെറ്റ്വർക്ക്, നമ്മുടെ ഡിവൈസ് എല്ലാത്തിനെയും നമ്മൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് സൈബർ സെക്യൂരിറ്റി. അപ്പോൾ അതല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം, നമുക്കുള്ള ഇലക്ട്രോണിക് ഡിവൈസസ്, ഇലക്ട്രോണിക് ഡാറ്റ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അത് ഇൻ്റർനെറ്റിലും എന്ന് വെച്ചാൽ ലോക്കലും ഇൻ്റർണലും അല്ലെങ്കിൽ എക്സ്റ്റേണലായിട്ട് ഇൻ്റർനെറ്റിലും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സൈബർ സെക്യൂരിറ്റി പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു സെക്ഷൻ ഉണ്ട്, അതിന് ഡാറ്റ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഡാറ്റ പ്രൊട്ടക്ഷനും സൈബർ സെക്യൂരിറ്റിയും രണ്ടും കൂടിയിട്ട് പറയുന്ന ഒരു പ്രോസസ്സിനാണ് നമ്മൾ പറയുന്നത് ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ സെക്യൂരിറ്റി അണ്ടറിലാണ് ഡാറ്റ സെക്യൂരിറ്റി, സൈബർ സെക്യൂരിറ്റി ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി. അല്ല, ഇൻഫർമേഷൻ സെക്യൂരിറ്റിൻ്റെ അണ്ടറിൽ ഡാറ്റ സെക്യൂരിറ്റിയും സൈബർ സെക്യൂരിറ്റിയും. ഇതാണ് ഒരു പ്രോസസ്സ്. അപ്പോൾ നമ്മളൊരു സാധാരണക്കാരന് പറയുകയാണെങ്കിൽ ഇതിനൊരു പ്രോസസ്സ് എന്ന് പറയുന്നത്
ഈ സൈബർ സെക്യൂരിറ്റി പല രീതിയിലും നമുക്ക് ഡെഫിനിഷൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു 3 ഡെഫിനിഷൻ ഞാൻ പറയുകയാണെങ്കിൽ, ഒന്ന് നമ്മളുടെ ഡാറ്റയുടെ ആവശ്യകത, നമുക്ക് എത്രത്തോളം സെക്യൂർഡ് ആയിരിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അത് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്ന ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ഫോണിൽ നമ്മളിപ്പോൾ ഡാറ്റ ശേഖരിച്ച് വെക്കുന്നുണ്ട്. നമ്മുടെ നമ്പർ ഉണ്ട്, കോൺടാക്ട്സ് ഉണ്ട്, നമ്മുടെ പിക്ചേഴ്സ് ഉണ്ട്, പല ഫയലുകളുണ്ട്, ഈവൻ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മളിപ്പോൾ ആപ്പിൾ വാലറ്റിലൊക്കെ നമ്മൾ ഇങ്ങനെ വെക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡാറ്റ നമ്മളറിയാതെ മറ്റുള്ളവരിലേക്ക് പോവുക, അല്ലെങ്കിൽ നമ്മളറിയാതെ ചോർത്തിയെടുക്കുക, അതല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ എൻ്റർ ചെയ്തിട്ട് നമ്മൾ പെടുക, ഇതൊക്കെയാണല്ലോ ഇതിൻ്റെ കീഴിൽ വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഈ ഒരു രീതിയിലുള്ള ത്രെട്ടുകൾ, അതെങ്ങനെയാണ് നമ്മൾ അതിൽ നിന്ന് നമ്മൾ രക്ഷ നേടുക? അതിന് മുന്നേ ഈ സൈബർ സെക്യൂരിറ്റിയിൽ തന്നെ നമുക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ ഡാറ്റ എന്നുള്ളത് നിങ്ങൾ സഗ്രിഗേറ്റ് ചെയ്യണം. മനസ്സിലായി. അതെങ്ങനെയാണ് സഗ്രിഗേറ്റ് ചെയ്യുന്നത്? ഒന്ന്, നിങ്ങളെ കോൺഫിഡൻഷ്യാലിറ്റി ഉള്ള ഡാറ്റ. അത് ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ ഫോട്ടോ എന്ന് പറയുന്നത് നിങ്ങളെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള, നിങ്ങൾ പേഴ്സണൽ ആയിട്ടുള്ള സാധനമാണ്. അത് നിങ്ങൾ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. അത് ഞാൻ പേഴ്സണൽ ഇതിൽ പറഞ്ഞു, കമ്പനി പ്രോസ്പെക്റ്റിലല്ല പറയുന്നത്, നമ്മൾ ആസ് എ പേഴ്സൺ. രണ്ടാമത്തെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രിറ്റിയാണ്. കാരണം ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് അത് എത്രത്തോളം അതിനെ പാമ്പർ ചെയ്യാമെന്നുള്ളത് മറ്റൊരു പ്രശ്നം. വെച്ചാൽ ആ ഫോട്ടോനെ നിങ്ങൾക്ക് മോഫ് ചെയ്യാം, അതാണ് വേറൊരു കാര്യം. മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് അവൈലബിലിറ്റിയാണ്. അവൈലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് എപ്പോൾ നിങ്ങൾക്ക് വേണം, എത്ര സമയത്ത് വേണം, ഇത് മൂന്നിനെയാണ് സൈബർ സെക്യൂരിറ്റി എന്നുള്ള സാധനം പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൂന്നെണ്ണത്തിന് നമ്മൾ ഒരു മൊബൈൽ പ്രോസ്പെക്റ്റിലേക്ക് പോകുമ്പോൾ ഒബ്വിയസ്ലി നിങ്ങളെ ആ ഫോട്ടോ ഒരാൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ അലോ ചെയ്താലാണ് കിട്ടുള്ളൂ. അല്ലാതെ വെറുതെ വന്നിട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റും മൊബൈല്, 2 മൊബൈലുള്ള ആളുകളാണ് നമ്മൾ കയ്യിൽ എല്ലാവർക്കും മിനിമം 2 മൊബൈലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുടെ കയ്യിൽ ഇത് വളരെ ഈസിയാണ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതൊരു വലിയൊരു റോക്കറ്റ് സയൻസ് അല്ല ഇപ്പോഴത്തെ സ്റ്റേജിൽ. പ്രത്യേകിച്ച് നമ്മളെ വീട്ടിൽ നമ്മളെ പിള്ളേർ അല്ലേ, നമ്മളെ കുട്ടികൾ എല്ലാവർക്കും മൊബൈലുണ്ട്. നമ്മളെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും ഈ പറഞ്ഞ പോലെ ഇൻ്റർനെറ്റ് ഉണ്ട്. എന്ത് പ്രൊട്ടക്ഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ആസ് എ പാരൻറ്റ്? എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ പിള്ളേർക്ക് കൊടുത്തിരിക്കുന്നത് എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ എത്ര പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നുള്ളത്, അതിൻ്റെ റിവാലുവേഷൻ ചെയ്യുന്നത് നമ്മളാണ്. അതെങ്ങനെയാണ് നമ്മൾ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു ഹോം നെറ്റ്വർക്ക്, ഇപ്പം എത്തിസലാത്തിൻ്റെ ആണെങ്കിലും നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒരു ഹോം നെറ്റ്വർക്കിൽ ഒരു വൈഫൈ നമ്മൾ കണക്ട് ചെയ്യുന്നു, അതിലൂടെ നമ്മുടെ എല്ലാ ഡിവൈസും കണക്റ്റ് ആവുന്നു. എങ്ങനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ കുട്ടികളുടെ ഡിവൈസോ നമ്മുടെ ഡിവൈസോ ഒക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുക? എന്തൊക്കെയാണ് അവിടെയുള്ള ഭീഷണികൾ അല്ലെങ്കിൽ ത്രെട്ട്? ഇപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ലാസ്റ്റ് ഒരു ഫ്യൂ ഡേയ്സ് നമുക്ക് പത്രത്തിലൊക്കെ കണ്ടിരുന്നു, ഇറ്റ്സിലാത്ത് ഒരു ഓഫർ 54 GB ഡാറ്റ കൊടുത്തത്. അപ്പോൾ എല്ലാവർക്കും അത് കിട്ടിയിട്ടുണ്ടോ ഇല്ലെന്ന് അറിയില്ല. ചില ആളുകൾ അത് കിട്ടിയിട്ടുണ്ടാവും, അതിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടാവും, അവർ ഡാറ്റ കൊടുത്തിട്ടുണ്ടാവും. 2 രീതിയിലാണ് ഡാറ്റ കളക്ഷൻ ചെയ്യുന്നത്. ഒന്ന്, നിങ്ങളുടെ ഫോണിൻ്റെയോ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ കടക്കാൻ പറ്റുന്ന രീതി, എനിക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു ആക്സസ്. രണ്ടാമത്തത് ഡാറ്റ കളക്ഷൻസ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ, നിങ്ങളുടെ ഇമെയിൽ എന്നിട്ട് അത് സെല് ചെയ്യാം. ഓക്കെ, ഇത് 2 പ്രോസസ്സിനാണ് ഈ ഇത് ചെയ്യുന്നത്. ഒന്നുകിൽ ടേക്ക് ദ ആക്സസ് ഓഫ് യുവർ ഡൊമൈൻ, അതായത് ഇങ്ങനെ ഒരു മെസ്സേജ് നമ്മൾക്ക് വരുന്നു, ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, അതിലേക്ക് പോകുന്നു, എന്നിട്ട് അവിടെ നമ്മളെ ഫോൺ നമ്പറും ഇമെയിൽ അഡ്രസ്സും ഒക്കെ അടിക്കുന്നു, സബ്മിറ്റ് ചെയ്യുന്നു, ഇതാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ പേഴ്സണൽ ഡാറ്റ അവർക്ക് ലഭിക്കുന്നു. അതാണ് ഡാറ്റ കളക്ഷൻ എന്നുള്ളത്. രണ്ടാമത്തത്, അങ്ങനെ വരുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസിൻ്റെ കൺട്രോൾ അവർ ഏറ്റെടുക്കുന്നു, ഈ ആക്കുന്നവർ. അത് ഉറപ്പാണോ? അത് 2 രീതിയിൽ എത്താൻ പറ്റും. ഒന്ന് ഡാറ്റ കളക്ഷനും, ഒന്ന് നമുക്ക് ആക്സസ് ചെയ്യണമെന്നത്. ഓക്കെ, അപ്പോൾ ആക്സസ് ചെയ്യാന്ന് പറയുന്നത് ലിങ്ക് ത്രൂ നമുക്ക് ഒരു ബാച്ച് ഫയലുകൾ, ചില ഫയലുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങളുടെ മൊബൈലിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇൻസ്റ്റാൾ അൺനോൺ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒബ്വിയസ്ലി മിക്ക ആളുകളും അത് ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ഈ ക്രാക്ഡ് സോഫ്റ്റ്വെയർസ് എനേബിൾ ചെയ്യണം. അപ്പോൾ അത് എനേബിൾ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ലിങ്കുകൾ വന്ന് അതിൽ നിന്ന് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഒരാൾക്ക് കടക്കാൻ പറ്റും. കാരണം അൺനോൺ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പെർമിഷൻ നിങ്ങൾ ഓൾറെഡി തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ സെറ്റിങ്സിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു ഫോണാണെങ്കിലും അതിനകത്തേക്ക് നമ്മൾ ആപ്ലിക്കേഷനോ
അതോ നമ്മളറിയാതെ അല്ലെങ്കിൽ അൺനോൺ ആയത്, അതായത് ഓഥറൈസ്ഡ് അല്ലാത്ത ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളറിയാതെ തന്നെ നമ്മളുടെ ഫോണിലേക്ക് ഈ തരത്തിലുള്ള ഡാറ്റ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഫയലുകൾ, ഈ തരത്തിലുള്ള ആക്സസ് വന്ന് വീഴും എന്നുള്ളതാണ്. അതെ 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 അതൊരു ഇപ്പോഴത്തെ സ്റ്റേജിൽ അത് റോക്കറ്റ് സയൻസ് അല്ല, അത് ഈസിയാണ്. ഓക്കെ, നമുക്ക് അങ്ങനെ ആണെങ്കിൽ അത് പറയാനുള്ളൊരു ബേസിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും? അതെ, ഇപ്പോൾ ഇത് നമ്മളൊരു ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുകയാണ്. മറ്റുള്ള രീതികളൊന്നുമില്ല. ഇത് ഇറ്റ്സ് പ്യുവർലി ഞങ്ങൾ ഒരു ലിങ്ക് അയച്ചു. ഇവിടെ അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന ഒരു ഇവൻറ്റിൻ്റെ ടിക്കറ്റ് ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് ലിങ്ക് അയച്ചു കൊടുത്തു. അത് അയച്ചു കൊടുത്തപ്പോൾ പല ആളുകളും അത് ക്ലിക്ക് ചെയ്തു. ഇത് ഡെമോൺസ്ട്രേഷൻ പർപ്പസിന് വേണ്ടി ചെയ്തതാണ്. മുനീർഭായുടെ മൊബൈൽ ഒന്ന് കാണിക്കാമോ? ഇതിപ്പോൾ ലോക്ക്ഡ് ആയിട്ടുള്ള മൊബൈലാണ്. അതെ, ഒന്നും അതിലില്ല. അതെ അതെ ഇല്ലേ? ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ക്യാമറ ഓൺ ചെയ്യണം. ഒന്ന് മുഖം ഒന്ന് കാണിക്കുമോ? നിങ്ങൾ മുഖം കാണിക്കൂ. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഇങ്ങനെ. ഇറ്റ്സ് ഓക്കെ. ഞാൻ ഇപ്പം നോക്കൂ, മുനീർഭായുടെ മൊബൈൽ. മൈ ഗോഡ്, അതായത് എൻ്റെ ക്യാമറ. അതെ, മൊബൈലിൽ തിരിച്ച് കാണിച്ചു. മൊബൈൽ ഒന്നുമില്ലല്ലോ, ഓപ്പൺ ആയി ചെയ്തിട്ടില്ല. സോ സി ഐ ക്യാൻ സീ യു എവറിത്തിങ്. ഇപ്പം ഞാൻ റിവേഴ്സ് ബാക്ക് ക്യാമറ നോക്കി തരാം. സി, മൈ ഗോഡ്, അതായത് എൻ്റെ ക്യാമറ, എൻ്റെ ഫോണിലെ ക്യാമറ നിങ്ങൾ അവിടെ നിന്ന് ആക്സസ് ചെയ്തു. ഇത് ഒരു ലിങ്ക് അയച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതായത് അത് ഈ ക്യാമറ മാത്രമാണോ ആക്സസ് ചെയ്യാൻ പറ്റുക? അല്ല, ഇനിയിപ്പോൾ ഞാൻ മറ്റൊരു ഇത് ചെയ്യാം. കാരണം ഇപ്പോൾ ഇത് ഓൾറെഡി എനിക്ക് ആക്സസ് ഉള്ള മൊബൈലാണ്. അതിൽ എനിക്കൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഒരു ജസ്റ്റ് ഒരു അതിൻ്റെ പ്രോസസ്സിൽ കണക്കാണ്. ഇതൊരു സിമ്പിൾ പ്രോസസ്സാണ്. മനസ്സിലായി? ഓ, ഹലോ, മൈ ഗോഡ്, ഹലോ. അപ്പോൾ ഞാൻ ഈ വിളിക്കാതെ തന്നെ എൻ്റെ ഫോൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് വിളിക്കാം. അത് നോക്കൂ. ഹലോ, ഇതൊരു സ്പാമിംഗ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുനീർഭായുടെ മുനീർഭായ് ഒന്ന് ഓപ്പൺ പോലും ചെയ്തിട്ടില്ല, ലോഗിൻ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഒന്ന് ലോഗിൻ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഞാനിത് ഓൺ ചെയ്തു, ഓപ്പൺ ചെയ്തു. അൺഫോർച്യുനേറ്റ്ലി അത് കണക്റ്റഡ് ആയിരിക്കുന്നില്ല. ഇപ്പം ഇതിൽ എനിക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആക്സസ് ചെയ്യുമ്പോൾ മൊബൈലിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷൻസും അവിടെ എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ആക്സസ് ചെയ്യാൻ പറ്റും, എനിക്ക് കാണാൻ പറ്റും. ഇത് ഞാൻ പറയുന്നത്, ഇത് ഇപ്പോഴും ഞാൻ പറയുന്നത് റോക്കറ്റ് സയൻസ് അല്ല. ഇതൊരു ആപ്ലിക്കേഷൻ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വരുന്നതാണ്. പക്ഷേ ആ ആപ്ലിക്കേഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്? ഇതുപോലത്തെ ഈ നമ്മുടെ ഡൂൻ്റെ ഇസ്ലാത്തിൻ്റെ മെസ്സേജ് വരുന്നുണ്ടെന്ന് പറയുന്നില്ലേ, ആ മെസ്സേജുകൾ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു പ്രശ്നം ഇതാണ്. മനസ്സിലായില്ലേ? അത്ര ഡേഞ്ചറസ് ആണ് ഇപ്പോഴത്തെ. അപ്പോൾ ഈ സംഭവങ്ങൾ ഞാൻ ചോദിക്കുന്നത്, ഈ തരത്തിൽ ഒരാൾ നമ്മളെ കബളിപ്പിക്കപ്പെടുമ്പോൾ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ഏത് ലിങ്കിൽ എങ്ങനെയാണ് നോർമൽ കേസിൽ ഹൗ ഡു വി ഐഡൻറ്റിഫൈ ദാറ്റ്? സി, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അറിയേണ്ടത് വെച്ചാൽ ഒരാളും ഒന്നും ഫ്രീ തരില്ല. ഓക്കെ, അത് ആദ്യം ഡോണ്ട് ഗോ ഫോർ ഫ്രീ. ഒരു കാര്യം ജീവിതത്തിൽ നമുക്ക് ഫ്രീ കിട്ടൂല, എന്തെങ്കിലുമൊക്കെ അതിൻ്റെ പിന്നിലുണ്ട്. അതെ, ഒരു പർപ്പസ് ഉണ്ടാവും. ഈ ഫ്രീ തരുന്ന ആളുകൾക്ക് ഒരു പർപ്പസ് ഉണ്ടാവും. അതെന്തായിക്കോട്ടെ, അത് നമുക്കൊരു ഒരു 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 സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് എന്ത് വാങ്ങിക്കുകയാണെങ്കിലും അതിന് പർപ്പസ് ഉണ്ട് അവർക്ക് ഫ്രീ തരണമെങ്കിൽ. എന്ന് പറഞ്ഞ പോലെ ഒരു ലിങ്ക് കിട്ടുമ്പോൾ നിങ്ങൾ ആദ്യം അത് ഒരു വെരിഫൈ ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ അത് ആരാണ് സെൻഡ് ചെയ്യണമെന്ന് അറിയാം. എന്നിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യൂ. അതെ, ഒരു അൺനോൺ സോഴ്സ് ആയിരിക്കും. എക്സാക്ട്ലി. ഓക്കെ, അതല്ലാതെ നമ്മൾ കാണുന്നതൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള ബുദ്ധിമുട്ടതാണ്. ഇതിപ്പോൾ ഞങ്ങൾ ചെയ്തൊരു ഡെമോൺസ്ട്രേഷൻ മാത്രമാണ്. മുൻപായി ഇത് നമ്മൾ കുട്ടികളുടെ ഒരു ലാപ്ടോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു മൊബൈലിൽ ഇത് ഈ ഒരു സാധനം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡേഞ്ചറസും കണ്ടില്ല. ഞാനിപ്പോൾ ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മളൊരു ഡിവൈസ്, ഒരു 12th പഠിക്കുന്ന പെൺകുട്ടി ഫോർ എക്സാമ്പിൾ, ആ പെൺകുട്ടിയുടെ ഒരു ഡിവൈസ് ഇങ്ങനെ ഹാക്ക് ചെയ്യുന്നു. ആ പെൺകുട്ടിയുടെ
പ്രൈവറ്റ് ആയിട്ടുള്ള പിക്ചേഴ്സ്, വീഡിയോസ്, കാര്യങ്ങൾ, ഫ്രണ്ട്സിൻ്റെ കൂടെ വീഡിയോ ഇതൊക്കെ ഈ പറയുന്ന ആൾ ആക്സസ് ചെയ്യുന്നു. അത് ഉപയോഗിച്ചിട്ട് വീണ്ടും അവർ മെസ്സഞ്ചറിലൂടെ അവരുമായിട്ട് കണക്ട് ചെയ്യുന്നു. കണക്ട് ചെയ്തിട്ട് ഈ ഫോട്ടോസൊക്കെ കാണിച്ചിട്ട് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു. ഇങ്ങനെ അടുത്ത കാലത്ത് ഇത് ഇങ്ങനെ ആയിരുന്നോ എന്നറിയില്ല, ഇങ്ങനൊരു സംഭവം അടുത്ത കാലത്ത് നടന്നു. അങ്ങനെ ആ കുട്ടി അങ്ങനെ വളരെ വളരെ പാനിക്കായി പാരൻസിനോട് പറയുന്നത് കുറേ കഴിഞ്ഞിട്ടാണ്. അപ്പോഴത്തേക്ക് കുട്ടി ഭാഗ്യവശാൽ അതിനുശേഷം ഒന്നും നടന്നിട്ടില്ല. അവർ കാണാൻ പറഞ്ഞു, പോകാൻ പറഞ്ഞു, അവിടെ നിന്ന് മീറ്റ് ചെയ്യാം, ഇവിടെ നിന്ന് മീറ്റ് ചെയ്യാം. പക്ഷേ കുട്ടി ഭയങ്കരമായിട്ട് കുറേ ദിവസം നോക്കുമ്പോൾ കുട്ടി ഭയങ്കര പാനിക്കായിരുന്നു, ആരോടും മിണ്ടുന്നില്ല, ഭയങ്കര ടെൻഷനിലായിരുന്നു. അവസാനം എന്താ സംഭവിച്ചാൽ ഈ സൈബർ സെക്യൂരിറ്റീൻ്റെയും ഈ ഫ്രോഡുലൻറ്റിൻ്റെയും മറ്റൊരു ഹ്യൂമൻ ഫേസാണ് ഞാൻ പറയുന്നത്. അങ്ങനെ കുട്ടിയെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഉമ്മ കുട്ടിയോട് ചോദിച്ചു, എന്താ നിനക്കെന്ന് പറഞ്ഞാൽ ഇല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞു. അവസാനം കുട്ടിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടിൻ്റെ അടുത്ത് ഇത് പറഞ്ഞു. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അവരെൻ്റെ കുറേ എൻ്റെ ഫോണിൽ നോർമലി നമ്മളെ ഒരുപാട് പ്രൈവറ്റ് ഫോട്ടോസ് ഉണ്ടാവും, നമ്മൾ അത്രയും സെൽഫായിട്ട് സൂക്ഷിക്കുന്ന കാര്യം. അതൊക്കെ അവരെടുത്തിട്ട് എന്നെ അത് കുറേ ഇതൊക്കെ ചെയ്തിട്ട് അവരെന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി എന്നിട്ട് ഉമ്മയോട് പറയുകയും പിന്നീട് അവരെ വിളിച്ച് സംസാരിച്ച് കുട്ടിയെ കുറേ അങ്ങ് കൗൺസിൽ ചെയ്തു. അതിനുശേഷമാണ് ബാക്ക് ടു നോർമൽ വന്നത്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും പലയിടത്തും നടക്കുന്നുണ്ട്. അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും കാശ് ഒരുപാട് വാങ്ങിക്കുന്നുണ്ട്. കാശോ കാർഡോ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ നമ്പർ കൊടുക്കും, കാശിൻ്റെ നമ്പർ കൊടുക്കും, അങ്ങനെ കൊടുക്കും. പക്ഷേ ഇവിടെ നമ്മളൊരു ഹ്യൂമൻ സൈഡ് ഓഫ് ഇറ്റ് ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് നമ്മളെ കുട്ടികൾ എന്താ ചെയ്യുന്നതെന്നുള്ളത് നമ്മളൊന്ന് അന്വേഷിക്കുക എന്നുള്ളതാണ് നോർമൽ കേസിൽ. പിന്നെ അവരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുമ്പോൾ ഒറ്റയ്ക്കിരിക്കുക, ആരോടും മിണ്ടാതിരിക്കുക, എപ്പോഴും ഡിവൈസിൻ്റെ മുന്നിൽ മാത്രം ഇരിക്കുക, വളരെ വിഷണ്ണനായിട്ട് കാണുക, പാനിക്കായിട്ട് കാണുക, ഇതൊക്കെ വരുമ്പോൾ നമ്മൾ അവരോട് ദേഷ്യം പിടിക്കാതെ, നമ്മളവരെ ചീത്ത വിളിക്കാതെ, അവരോട് കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറി അവരോടത് കാര്യങ്ങൾ അന്വേഷിക്കുക എന്നുള്ളതാണ്. ഇനി കുട്ടികളോട് പറയാനുള്ളത്, കുട്ടികളാണല്ലോ ഇപ്പോൾ യങ്സ്റ്റേഴ്സ് മാത്രമല്ല പ്രായമുള്ളവർ പോലും ഇതിന് പെട്ടിട്ടുണ്ട്. യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളോട് പറയാനുള്ളത്, നിങ്ങളൊരിക്കലും എന്തെങ്കിലും ഇങ്ങനെ സംഭവിച്ചു പോയാൽ ഒന്നും പേടിക്കണ്ട. ഒരു കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട എന്നുള്ളത് 100% ഉറച്ച് വിശ്വസിക്കുക. കാരണം നിങ്ങളുടെ പാരൻസ് ആണെങ്കിലും നിങ്ങളുടെ ബ്രദറോ സിസ്റ്ററോ ആണെങ്കിലും ആരാണെങ്കിലും നിങ്ങളുടെ നല്ല കൂട്ടുകാരാണെങ്കിൽ നിങ്ങളുടെ സർവീസ് ടീച്ചേഴ്സ് ആണെങ്കിലും നിങ്ങളെ സഹായിക്കാനേ ഇവിടെ ഉള്ളൂ. ഒരിക്കലും നിങ്ങളുടെ ജീവിതം ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. ഒരിക്കലും തന്നെ അത് കളയാനുള്ള ഒരു ശ്രമം നടത്തരുത്. നിങ്ങളത് എന്താണെങ്കിലും ഞാൻ നേരിടും എന്നുള്ള ഉറച്ച വിശ്വാസം നിങ്ങൾ ആരോടെങ്കിലും പങ്കുവെച്ചാൽ മതി. പാരൻസ് ഓൾവേസ് വിൽ ടേക്ക് കെയർ ഓഫ് യു. കാരണം പാരൻസിൻ്റെ കുട്ടികളാണല്ലോ വലുത്. അവരുടെ ആ ഒരു വിഷമം മനസ്സിലാക്കിക്കൊണ്ട് അവർ ചെയ്യുമെന്നുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് കഥകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ സൈബർ സെക്യൂരിറ്റിയിലേക്ക് വരുമ്പോൾ ഈ ഹോം കമ്പ്യൂട്ടറുകളും അതേപോലെ അവിടുത്തെ ഡിവൈസുകളും നമ്മൾക്ക് ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം ഫ്രം യുവർ പോയിന്റ് ഓഫ് വ്യൂ? മുനീർ ഭായ് ഈ ഒരു കഥ പറഞ്ഞപ്പോൾ ഒരു ട്രൂ സ്റ്റോറി എനിക്ക് പറയാനുണ്ട്. ഞങ്ങൾ ഫോറൻസിക് ഇത് ചെയ്യുന്ന ഒരു ടീമായതുകൊണ്ട് ഞങ്ങളുടെ കയ്യിലത്ത് വന്നൊരു കുറച്ച് കാലം മുന്നേ, 2 വർഷം മുന്നേ ഇവിടുത്തെ ഒരു ആൾ ഞങ്ങളെ വിളിച്ചിരുന്നു. ഒരു ബിസിനസ് മാനാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എന്തോ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള നടക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ പോയി അത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തപ്പോൾ ഞങ്ങൾ കണ്ടത് അദ്ദേഹത്തിൻ്റെ 9 വയസ്സായ മകൻ്റെ ഐപാഡിൽ ഹാക്കർ കയറിയിട്ട് ആ വീട്ടിലെ കംപ്ലീറ്റ് ഈവൻ അവരുടെ CCTV വരെ ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരൊരു പാനിക് സിറ്റുവേഷനാണ്. കാരണം അവരെന്ത് ചെയ്യണതും അറിയുന്നുണ്ട്. പുറത്തുനിന്ന് ആൾ പറഞ്ഞിട്ട് ഇവരൊക്കെ മൊബൈലിലേക്കും ഇവർക്കൊക്കെ ഇതിൻ്റെ പിക്ചർ പോവുകയാണ്. സോ ഞങ്ങളവിടെ പോയിട്ട് ഫസ്റ്റിൽ നോക്കിയേക്കുമ്പോൾ അവിടെ വെച്ചിരിക്കുന്ന ഒരു റൗട്ടർ ഉണ്ട്. റൗട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്തിസലാത്തിൽ നിന്നും ഇതുന്ന് വരുന്ന ഒരു എല്ലാ വീട്ടിലും കിട്ടുന്നത്. അതായത് ഇപ്പോൾ ഇത്തിസലാത്ത് കണക്ഷൻ എടുക്കുമ്പോൾ അതിന് കൂടെ നമ്മുടെ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കണക്ഷൻ പോയിന്റ് ആണ് റൗട്ടർ. ഇത്തിസലാത്ത് കൊണ്ട് വെക്കുന്ന ഒരു വൈറ്റ് കളർ ബ്ലാക്ക് കളറിലൊക്കെ. അതെ. അപ്പോൾ അതെന്താണ് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളെ വീട്ടിൽ ഒരു 5 കൊല്ലം മുന്നേ ഇത്തിസലാത്തിൻ്റെ കണക്ഷൻ വന്നിട്ടുണ്ടാവും. ആ കണക്ഷൻ്റെ ആ റൗട്ടർ തന്നെയാണ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടാവും. പാസ്വേഡ് പോലും മാറ്റിയിട്ടുണ്ടാവും. അന്നത്തെ അതേ പാസ്വേഡ്. ഇപ്പോൾ നമുക്ക് പാസ്വേഡ് അറിയുന്നുണ്ടാവില്ല, ഓൾറെഡി കണക്റ്റഡ് ആയിരിക്കും. അതെ കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ അത് ഞങ്ങൾ നോക്കിയപ്പോൾ പഴയ ഒരു റൗട്ടറാണ് ഇരിക്കുന്നത്. അതിന് ഒരു പ്രൊട്ടക്ഷനും ഇല്ല, ഒന്നുമില്ല. സോ ഈസി. ഈവൻ എൻ്റെ പോലത്തെ ഒരാൾക്ക് അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് അവിടെ അവരെ റൂമിൻ്റെ പുറത്ത് വന്നിട്ട് അല്ലെങ്കിൽ വീടിൻ്റെ പുറത്ത് കണക്ട് ചെയ്യാൻ പറ്റും.
അപ്പം അത്രത്തോളം സെക്യൂർഡ് അല്ലാത്ത ഒരു എൻവയോൺമെൻറ്റിലാണ് നമ്മളിരിക്കുന്നത്. നമ്മളാരും ശ്രദ്ധിക്കുന്നില്ല. പിന്നെ മറ്റൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക് ഒരു ലിങ്ക് കിട്ടി അങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ കേൾക്കുമ്പോൾ അത് എനിക്കല്ല എഫക്റ്റ് ചെയ്തിരിക്കുന്നത്, അവർക്കാണെന്നുള്ള ഒരു ചിന്താഗതി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുണ്ട്. എൻ്റെ പാക്കറ്റ് വരുന്നത് വരെ ഞാൻ സേഫ് ആണെന്നുള്ളത്. പക്ഷെ ആദ്യം ചിന്തിക്കേണ്ടത് നിങ്ങൾ അയൽവാസിയുടെ അവിടേക്ക് എന്തായാലും എത്തിയിട്ടുണ്ടാവും, അവർ പറയാതിരിക്കുകയാണ്. അതെ. അപ്പോൾ അടുത്തത് നിങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ റൗട്ടർ നിങ്ങൾ എപ്പോഴും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അതെങ്ങനെ ചെയ്യും? 2 രീതിയിലാണ്. ഒന്ന്, ഇസ്ലാത്ത് തന്നെ എല്ലാ കൊല്ലം അവർ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ അവരെ സമീപിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇസ്ലാത്ത് ഡോ സമീപിച്ച് കഴിഞ്ഞാൽ അവർ വന്നിട്ട് ആ റൗട്ടർ മാറ്റിത്തരും. റൗട്ടർ മാറ്റി തന്നു കഴിഞ്ഞാൽ ഈ വരുന്ന ടെക്നീഷ്യൻ്റെ അടുത്ത് പറയുക, അതിൽ ഫയർ വാൾ എന്നിട്ടൊരു സെക്ഷൻ ഉണ്ട്. അത് ബേസിക്കലി എല്ലാവരും എനേബിൾഡ് ആണ്. അതിൻ്റെ കൂടെ തന്നെ അതൊരു സെക്യൂർ ആക്കാനുള്ള രീതിയിലാക്കുക. ഒരു പരിധി വരെ ഇസ്ലാത്ത് തന്നെ അല്ലെങ്കിൽ ഡൂ തന്നെ അത് സെക്യൂർ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരും. ഇപ്പോൾ അവർ തന്നെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടുള്ളൊരു ഫോൾസ് പോസിറ്റീവ് വരുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ, അങ്ങനെ സെക്യൂരിറ്റി ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ സെക്യൂർ ആക്കുമ്പോൾ, ഒരു മീഡിയം ലെവലിന് മേലെ സെക്യൂർ ആക്കുമ്പോൾ പല സൈറ്റുകളും പലതും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതെ, അതാണല്ലോ അതിൻ്റെ ഒരു നെക്സ്റ്റ് ഒരു വശം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടായിരിക്കുമല്ലോ ഇപ്പോൾ യങ്സ്റ്റേഴ്സിലുള്ള വീട്ടിലൊക്കെ അത് വർക്ക് ചെയ്യുന്നില്ല, ഇത് വർക്ക് ചെയ്യുന്നില്ല പറഞ്ഞ് പറയുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് ഏറ്റവും ലോവർ ലെവലിൽ അത് സെക്യൂരിറ്റി വെക്കും എന്നുള്ളതാണ്. അതെ. അപ്പോൾ അത് ഇപ്പം അങ്ങനത്തെ ഒരു പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു ഇതാണ്. ഇതിൽ എല്ലാവരും ഇപ്പോൾ പണ്ടൊക്കെ നമുക്ക് വൈറസ് എന്ന് പറഞ്ഞിട്ട് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ്. ഇപ്പോൾ നിങ്ങൾ വൈറസ് എന്ന് കേൾക്കുന്നുണ്ടോ? വൈറസ് ഇല്ല. വൈറസിന് പകരം മറ്റുള്ള മാൾവെയർസും ഒക്കെയാണ് വലിയൊരു സാധനങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആന്റിവൈറസ് ഒന്നും അല്ല ഇപ്പം. അല്ല, ആന്റിവൈറസ് ഇല്ല. ഇന്റർനെറ്റ് സെക്യൂരിറ്റി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർസ് പഠിക്കുക, ആന്റിവൈറസ് വാങ്ങിക്കാതെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഹോം സെക്യൂരിറ്റി പറഞ്ഞു, ഈ എത്തിസലാത്തിൻ്റെ ഈ സെക്യൂരിറ്റി ലെവൽ നമ്മൾക്ക് കുറച്ച് കൂട്ടി വെക്കാം ഫയർ വാളിൽ. അതല്ലാതെ നമുക്ക് ഇപ്പോൾ നമ്മുടെ കുട്ടികൾ നമ്മളറിയാതെ ഉപയോഗിക്കുന്നുണ്ട്, അതിനെ നമ്മൾ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും? ഇപ്പോൾ VPN ആക്സസ് നമുക്ക് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഇതിൽ തന്നെ ഇപ്പോൾ ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി എന്നുള്ള സോഫ്റ്റ്വെയർസ് ഇപ്പോൾ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അത് ഫ്രീ ഉള്ള സോഫ്റ്റ്വെയർ വാങ്ങിക്കാതിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു 10 ഡിവൈസിന് ചിലപ്പോൾ ഒരു 500 dirhams or 600 dirhamsൻ്റെ ഒരു കോസ്റ്റ് വരുന്നുള്ളൂ ഒരു കൊല്ലത്തിന്. ഒരു വർഷത്തിന് അത് 100 dirhamsൻ്റെ താഴെയാണ് ഒരു കൊല്ലത്തിൻ്റെ ഡിവൈസിന്. അത് മൊബൈലും വരും, നമുക്ക് മൊബൈൽ പ്രൊട്ടക്ഷൻ വരും, ഈ പറഞ്ഞ പോലെ ലാപ്ടോപ്പുകളും മറ്റൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ആൻറ്റിവൈറസ് എന്നുള്ള സാധനം നിങ്ങൾ തൊടാതിരിക്കുക, അതിന് പകരം ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി മേടിക്കുക. ഇൻ്റർനെറ്റ് സെക്യൂരിറ്റിൻ്റെ കൂടെ തന്നെ പാരൻ്റൽ കൺട്രോളർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് എല്ലാ സോഫ്റ്റ്വെയറും നമുക്ക് എല്ലാവർക്കും ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മൾ കുട്ടികളുടെ ഈ മൊബൈലിലോ ലാപ്ടോപ്പിലോ നമുക്ക് ഈ പാരൻ്റൽ കൺട്രോളർ ഇൻസ്റ്റാൾ ചെയ്യാം. 2 രീതിയിലാണ് നമുക്കതിന് ഉപകാരപ്പെടുന്നത്. കുട്ടികൾ പോകുന്ന സൈറ്റുകൾ എന്താണെന്നുള്ളതും അതല്ലെങ്കിൽ അവരുടെ ഒരു പാറ്റേൺ എന്താണെന്നുള്ളതും പാരൻ്റ് നിലയിൽ നമുക്ക് അറിയാൻ പറ്റും. അത് ഫോണിലെത്തോ അറിയാൻ പറ്റും, എല്ലായിടത്തും പറ്റും. നമുക്ക് ഫോണിലോ ലാപ്ടോപ്പിലോ എല്ലായിടത്തും ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലത് ഇതുപോലെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സൈറ്റുകൾ അവർക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാരൻറ്റിനെ അലോ ചെയ്യാം. മനസ്സിലായി. അപ്പോൾ ഒരു കൺട്രോൾഡ് ആണ് നിങ്ങളുടെ ഡിവൈസസ്. പാരൻറ്റിൻ്റെ കയ്യിൽ ഇപ്പോൾ യങ് ഏജിലുള്ള എസ്പെഷ്യലി ജെൻസീസിൻ്റെ മേലെ ഇപ്പോൾ ജെൻ വൈ, ഇപ്പോൾ കുറച്ചുകൂടി ഈ പറഞ്ഞ ടീനേജേഴ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള കുട്ടികളുള്ള വീട്ടിൽ ഹൗ ഫാർ ഇറ്റ് ഈസ് പോസിബിൾ ആൻഡ് പ്രാക്ടിക്കലി പോസിബിൾ? ഫസ്റ്റ് ഓഫ് ഓൾ പ്രാക്ടിക്കൽ ആണോ അല്ലേ എന്നുള്ളതല്ല നമ്മൾ ആവശ്യം. നമ്മളെ കുട്ടികളല്ലേ നമുക്ക് വലുത്. ഓക്കെ. സോ ദർ ഈസ് സംതിങ് യു ഹാവ് ടു ഡു ഇറ്റ് ആസ് എ പാരൻറ്റ്. നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതിനെ. അതായത് അറിയാതെ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. അവരുടെ ഡിവൈസിൽ നമ്മൾ അറിയാതെ തന്നെ ആ നെറ്റ്വർക്കിൽ ചെയ്യാൻ പറ്റും. നമ്മൾ ആൻറ്റിവൈറസ് അല്ലേ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി അല്ലേ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതായത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുട്ടികൾ ഏത് വെബ്സൈറ്റ് ഏത് ആപ്പ് ഉപയോഗിക്കണമെന്നും ഏത് ഉപയോഗിക്കണ്ട എന്നും തീരുമാനിക്കാനുള്ള ഒരു ശക്തമായ നിലപാടെടുക്കാനുള്ള ഒരു വകുപ്പാണ് ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയർ. അത് നമ്മൾ ആ നെറ്റ്വർക്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയും അതിന് നമ്മൾ കൃത്യമായി കോൺഫിഗർ ചെയ്യുകയും ചെയ്യാൻ ഏതൊക്കെ സോഫ്റ്റ്വെയർ ഏതൊക്കെ വെബ്സൈറ്റ് നമുക്ക് അലോ ചെയ്യാം, ഏതൊക്കെ ബ്രൗസർ അലോ ചെയ്യാം എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അതുവഴി നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൽ ഏറ്റവും ഇതിന് വല്ല ടെക്നോളജി ഒന്നും പഠിക്കണ്ടല്ലോ. വേണ്ട. ഒരു നോർമൽ ഒരു ബ്രൗസർ ഡ്രിവൺ, അല്ലെങ്കിൽ ഒരു ഡാഷ്ബോർഡ് ഡ്രിവൺ. ഇപ്പോൾ എന്തെങ്കിലും ഹെൽപ്പുകൾ വേണമെങ്കിൽ നമുക്കൊക്കെ ചെയ്യാവുന്നതാണ്. മറ്റൊരു ബുദ്ധിമുട്ട് നമ്മൾ കണ്ടിരിക്കുന്നത്, നമ്മൾ കേട്ടിരിക്കുന്നത്, കാരണം നമ്മളോട് ഒരു 26 years ആയി ഞാൻ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മൊബൈലുകൾ നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടായിട്ട് നിങ്ങളെന്താ ചെയ്യുക, ഇഷ്യൂ ഉണ്ടാകുമ്പോൾ റിപ്പയർ കൊടുക്കും. അതിന് മുന്നേ നിങ്ങളെന്ത് ചെയ്യും, നിങ്ങൾ അതിൻ്റെ ബാക്കപ്പ് എടുക്കും അല്ലേ. ഈ ബാക്കപ്പ് എടുക്കുമ്പോൾ അതിലൊരു മാൾവെയർ ഉണ്ടെങ്കിൽ ആ മാൾവെയർ അടക്കം നിങ്ങൾ ബാക്കപ്പ് എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഈ ഇത് കൊടുക്കും, ഇവർക്ക് റിപ്പയറിൻ്റെ ആളുകൾ കൊടുക്കും. അവരതെന്ത് ചെയ്യും, റിപ്പയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ അതാക്കിയിട്ട് തിരിച്ചു തരും. വീണ്ടും നിങ്ങൾ ഇതേ സാധനം നിങ്ങൾ റീലോഡ് ചെയ്യും. അപ്പോൾ മാൾവെയർ ഈസ് ഫ്രഷ് നാവും, കുറച്ചുകൂടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇതൊരു വലിയൊരു ത്രെട്ടാണ്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ബാക്കപ്പ് എടുക്കുമ്പോൾ നിങ്ങൾ ഈ സോഫ്റ്റ്വെയർസ് ആപ്ലിക്കേഷൻസ് ബാക്കപ്പ് എടുക്കാതിരിക്കുക. ഓക്കെ, ഡാറ്റ മാത്രം എടുക്കുക. ഓക്കെ, വീണ്ടും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതെ, നിങ്ങൾ ഒരു ജിമെയിൽ നിങ്ങൾ കോൺഫിഗർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജിമെയിലേക്ക് നിങ്ങൾ കംപ്ലീറ്റും കോൺടാക്ട്സ് അപ്ലോഡ് ചെയ്യാൻ പറ്റും, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അപ്പോൾ ബാക്കപ്പ് എടുക്കുമ്പോൾ ഇങ്ങനത്തെ സാധനം മാത്രം ചെയ്യുക, അതല്ലാതെ എല്ലാ ആപ്ലിക്കേഷൻസും നിങ്ങൾ ചെയ്യണം. കാരണം പക്ഷേ അത് നിങ്ങൾ ബാക്കപ്പ് എടുക്കുന്നതിന് മുമ്പോ ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പോ ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് വെക്കാം അറ്റ്ലീസ്റ്റ്. കാരണം പറപ്പിൽ നമുക്ക് പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു അതർ സൈഡ് ഓഫ് കോയിൻ. നമ്മളിപ്പോൾ നമ്മുടെ ഫോണിൽ മിക്കാതെ ഒരു 10-30 ആപ്സ് ഉണ്ടാവും, ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർ. എല്ലാത്തിനും നമുക്ക് ആപ്പുകളുണ്ടാവും. ഈ ആപ്പുകൾ നമ്മൾ അത് അതേപോലെ ബാക്കപ്പ് ചെയ്തില്ലെങ്കിലുള്ള കുഴപ്പം, തിരിച്ച് ഫ്രഷായി ഡാറ്റ മാത്രം നമുക്ക് കിട്ടിയാൽ ഏതൊക്കെ ആപ്പ് ഉണ്ടായാലും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അതിന് മറ്റൊരു വഴിയുണ്ട്. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഒന്നെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ. നിങ്ങൾ ഏത് ലോഗിനാണോ നിങ്ങൾ മുന്നേ ചെയ്തത് ആ ലോഗിൻ മാത്രം വെച്ചിട്ട് നിങ്ങൾ ആപ്പ് സ്റ്റോറിൽ കയറി കഴിഞ്ഞിട്ട് നിങ്ങൾ ആപ്പ് സ്റ്റോറിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പ്രീവിയസ് ഇൻസ്റ്റാൾ സോഫ്റ്റ്വെയർ എന്നൊരു സെക്ഷൻ ഉണ്ട്. അവിടെ പോയ എല്ലാ സോഫ്റ്റ്വെയർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത്. ദാറ്റ്സ് എ ബ്രില്യൻറ്റ് ഇൻഫർമേഷൻ. അതായത് നമ്മൾ ഒരു പക്ഷേ ഈ ഫോണ് നമ്മൾ എന്തെങ്കിലും തകരാറ് പറ്റി നമ്മൾ ബാക്കപ്പ് എടുക്കാൻ തുനിയുന്നു, ബാക്കപ്പ് എടുക്കുന്നു. ഈ ബാക്കപ്പ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഇൻഫർമേഷൻ മാത്രം, ഡാറ്റ മാത്രം ബാക്കപ്പ് എടുക്കുക. മറ്റൊരു ആപ്പുകളും നമ്മൾ ബാക്കപ്പ് എടുക്കേണ്ട കാര്യമില്ല. ഇനി ആ ബാക്കപ്പ് നമ്മൾ വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്താൽ, റിസ്റ്റോർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആപ്പ് സ്റ്റോറിലാണെങ്കിൽ അല്ലെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അവിടെ പ്രീവിയസ്ലി യൂസ്ഡ് ആപ്ലിക്കേഷൻ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അത് നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. ആകെ നിങ്ങൾ ചെയ്യേണ്ടി വരും ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷെ അത് അത്രത്തോളം സേവ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. ഇപ്പം ഞാൻ ഇപ്പോൾ ഡെമോൺസ്ട്രേഷൻ ചെയ്ത നമുക്ക് നമ്മുടെ പാസ്വേഡ് പോലും ഓർമ്മിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ദ മെമ്മറി ഹാസ് ബീൻ ലൈക്ക്, പലപ്പോഴും നമ്മൾ ഒരുപാട് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുമ്പോൾ 2 അബദ്ധങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഒന്ന്, ഒരേ പാസ്വേഡ് എല്ലായിടത്തും ഉപയോഗിക്കും. അതോടെ നമ്മുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കളൊക്കെ അങ്ങ് എഴുതി കൊടുത്തു എന്നുള്ള ആൾക്കാണ് ഓൺലൈനിൽ. രണ്ടാമത്തത്, 2-3 പാസ്വേഡുകൾ നമ്മൾ ഉപയോഗിച്ചാൽ 3 പ്രാവശ്യമെങ്കിലും നമ്മൾ ടൈപ്പ് ചെയ്യാതെ ആ പാസ്വേഡ് നമുക്ക് ഓർമ്മ വരില്ല. ഇതൊരു വലിയൊരു എല്ലാവർക്കും അൾഷിമേഴ്സ് ആണെന്നുള്ളൊരു ലോകത്തിലേക്കാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതിന് പകരം നമ്മൾ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മളത്, അതിനുള്ള ഒത്തിരി ടൂൾസും ഇപ്പോൾ അവൈലബിൾ. പാസ്വേഡ് ടൂൾസ് എന്ന് പറഞ്ഞിട്ട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത് നമ്മൾ ബാങ്കിങ് ആപ്പ് പോലെയാണ്, വളരെ പ്രൊട്ടക്ഷൻ വരുന്നതാണ്. നമുക്കത് ഉപയോഗിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഡിഫിക്കൽട്ടീസ് വരുന്ന എല്ലാ സെക്ഷൻസിനും സൊല്യൂഷൻ ഏതാണ് സൊല്യൂഷൻ എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ മൊബൈലുകൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് റീഫർബിഷ് മൊബൈലുകളും അല്ലെങ്കിൽ യൂസ്ഡ് മൊബൈലും വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ യൂസ്ഡ് ലാപ്ടോപ്പുകൾ വാങ്ങിക്കുന്നത്. ഞാൻ നേരത്തെ പറയാൻ ശ്രമിച്ചത്, ഞാനിപ്പോൾ തന്നിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഡെമോൺസ്ട്രേഷനിൽ കാണിച്ച സോഫ്റ്റ്വെയർ നിങ്ങൾ യൂസ് ചെയ്തൊരു മൊബൈൽ ഞാൻ ഇട്ടുന്നിട്ട് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഈസി ആയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതൊരു ഇഫ് യു ആർ ഗിവിങ് ടു എ ഗിഫ്റ്റ് ടു സമ്മൺ ആൻഡ് ദിസ് സോഫ്റ്റ്വെയർ ഈസ് ഇൻസ്റ്റാൾ, ഒരു എക്സ്ട്രീം നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. ഗേൾ ഫ്രണ്ടിനാണെങ്കിൽ തീർന്നു. നമുക്ക് എല്ലാ ആക്സസും ഉണ്ട്. അവരുടെ ഏത് സമയത്തും അവരുടെ മൊബൈലിൽ ആ ക്യാമറ എനിക്ക് ആക്സസ് ചെയ്യാം, ഫ്രണ്ട് ക്യാമറ ആൻഡ് ബാക്ക് ക്യാമറ. അവരെന്താ സംസാരിക്കുന്നത്, അവർ മൊബൈലിൽ സംസാരിക്കണം എന്നില്ല, അവർ എന്താ പറയുക, മൈക്രോഫോൺ ഈസ് ഓൺ ഫോർ മീ, എനിക്ക് റെക്കോർഡ് ചെയ്യാം. സ്പൈ ആണത്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഏത് ഫോൺ കിട്ടുകയാണെങ്കിലും ഫാക്ടറി ഡിഫോൾട്ട് ചെയ്യുക. ഫാക്ടറി ഡിഫോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഏത് സോഫ്റ്റ്വെയർ റിമൂവ്. കാരണം ഫാക്ടറി ഡിഫോൾട്ട് എന്നുള്ള സെക്ഷൻ എല്ലാ ഫോണും ചെയ്തിരിക്കുന്നത് ഈ ഒരു കാരണത്തിന്. കാരണം അവർ ഫാക്ടറിയിൽ നിന്ന് എങ്ങനെ വരുന്നത് അതുപോലെ നമുക്ക് സാധനം കിട്ടും. അത് ഇനിയിപ്പോൾ ഒരു ജയിൽ ബ്രേക്കിംഗ് ആസ് എ ഫ്രഷ് ബേബി അല്ലേ? അതെ, പുതിയ ബേബി പേപ്പർ പോലെ
ജയിൽ ബ്രേക്കിംഗ് എന്നാണ് ഈ ആൻഡ്രോയിഡ് ആപ്പിൾ ഫോൺ എന്ന് പറയുക. ആ ജയിൽ ബ്രേക്ക് ചെയ്തപ്പോൾ നമുക്ക് ഫാക്ടറി ഡിഫോൾട്ടിൽ ബാക്ക് ടു നോർമലിക്ക് ആക്കാം. ഇതൊരു പ്രാക്ടീസ് ആയാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ ഞാൻ ഈ പറയുന്നത് ഒരു പോസിബിലിറ്റീസ് ആണ്. ഇതൊക്കെ നടക്കാം, ഇതൊക്കെ സൊല്യൂഷൻ. പക്ഷെ നടക്കുന്ന കേസ് ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് നടക്കാത്തിടത്തോളം നടക്കൂല എന്നുള്ളതാണ് നമ്മുടെ ഒരു വിചാരം. അതെ അതെ അതെ. മറ്റൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതിന് ഒരു അവയർനെസ് ഇല്ല, സാധാരണക്കാരനൊക്കെ ഒരു അവയർനെസ്. അതാ ഞാൻ ഫസ്റ്റിൽ താങ്കിങ് ചെയ്തത്. ഇവിടെ എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാറ്റ, നമ്മുടെ ഫോൺ നമ്പർ, നമ്മുടെ ഇത് എന്താർക്ക് കിട്ടിയിട്ട് എന്താ വേണ്ടത്? അതെ, ഇങ്ങനെയാണല്ലോ നമ്മൾ ആ ഡാറ്റയുടെ ഇമ്പോർട്ടൻസും നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള സാധനങ്ങളുടെ ഇമ്പോർട്ടൻസും നമുക്കറിയാതെ, നമുക്ക് തന്നെ അറിയില്ല. അത് എന്താ ഇപ്പോൾ അത് കുഴപ്പമില്ല, അതെടുത്തോട്ടെ, എന്തിനാടാ ഞാൻ അംബാനിയൊന്നുമല്ലല്ലോ എന്നുള്ള ഒരു ചിന്ത പലപ്പോഴും ഉണ്ടാവും. പക്ഷേ നമ്മുടെ ഡാറ്റ അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇന്ന് നമ്മളെടുത്ത് നമ്മുടെ ഒരു ബാങ്കിങ് ആപ്പോ ഒന്നും ഉണ്ടാവില്ല. മറിച്ച് നാളെ നമ്മളൊരു കുറച്ച് കാശൊക്കെ ഉണ്ടായി ബാങ്കിങ് ആപ്പ് ഉപയോഗിച്ച് അതിൻ്റെ പാസ്വേഡൊക്കെ നമ്മൾ ഇതിനകത്ത് ശേഖരിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് വീണ്ടും ഹാക്കർ വന്നെത്തി നോക്കുമ്പോൾ പലതും അവർ കിട്ടും. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് എൻ്റെ ക്രെഡിറ്റ് കാർഡ് ഞാൻ അറിയാതെ ആരോ യൂസ് ചെയ്തു, സൈപ്രസ് നിന്ന് ആരോ അത് കാശ് എടുത്തു, നൈജീരിയയിൽ നിന്ന് ആരോ എൻ്റെ ആക്സസ് ചെയ്തിട്ട് എൻ്റെ കുറേ കാശ് പോയി എന്ന് പറഞ്ഞ് നമ്മൾ വിലപിക്കും. അതെ അതെ അതെ. ഇപ്പോൾ ലാസ്റ്റ് കുറച്ച് വീക്ക് മുന്നേ ഞങ്ങൾക്ക് കിട്ടിയ മറ്റൊരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു ഈവൻ വൺ ഓഫ് ദി പേഴ്സൺ അവർ ഞങ്ങൾ വിളിച്ചത്, അവരുടെ മൊബൈലിൽ നമ്മുടെ ബാങ്കിങ് ആപ്പിൽ വരുന്ന കോഡ് ഉണ്ടല്ലോ, ആ കോഡ് ഒരു ഹാക്കർ അവർക്ക് സെൻഡ് ചെയ്തു. ഇതാണ് അവർ പറഞ്ഞത്. SMS ത്രൂ അവർക്കൊരു കോഡ് കിട്ടി. ആ കോഡ് ഈസ് ഈക്വൽ ടു അവരുടെ മൊബൈൽ ആപ്പിൽ, ഇത് ബാങ്കിങ് ആപ്പിലുള്ള അതേ കോഡ് കിട്ടിയിരിക്കുന്നത്. സോ ഇറ്റ്സ് വെരി ഡേഞ്ചറസ് ബിക്കോസ് ബാങ്കിങ് ആപ്പിൽ വരുന്ന ഒരു കോഡ് എങ്ങനെ അവർക്ക് കിട്ടിയെന്നുള്ളതാണ് ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു ഞങ്ങൾക്ക്. ആ മിസ്റ്ററിയാണ്. ദെൻ വി സ്റ്റാർട്ടഡ് ഡിഗിങ്. അത് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി വന്നിരിക്കുന്നത് പറഞ്ഞാൽ, ഹാക്കർ അവരെ മൊബൈലും അതെല്ലാം ഫസ്റ്റിൽ ഹാക്ക് ചെയ്തത്. ഫസ്റ്റ് അവർ ഇമെയിൽ ഹാക്ക് ചെയ്തു. അതെങ്ങനെ ഇമെയിൽ ആക്കിയതെന്ന് ഞങ്ങൾ ഡിഗ് ചെയ്ത് പോയപ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്കാണ്. അത് ഞാനിപ്പോൾ പറയുന്നില്ല, കുറച്ച് കഴിഞ്ഞ് ഞാൻ പറയാം. അപ്പോൾ ഞങ്ങൾ ഡിഗ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇവരുടെ ഇമെയിലാണ് ഇവരുടെ സോഷ്യൽ മീഡിയ കണക്ട് ചെയ്തിരിക്കുന്നത്. കണക്ട് ചെയ്യുന്നത്. എല്ലാ സോഷ്യൽ മീഡിയയിലും ഇവരുടെ ഇമെയിലാണ് യൂസർ നെയിം. എല്ലാ സോഷ്യൽ മീഡിയയിലും അത് പബ്ലിക്കാണ്. അവർ മൊബൈൽ നമ്പർ പബ്ലിക്കാണ്, അവർ ഇമെയിൽ പബ്ലിക്കാണ്. ആർക്കും അവരുടെ പറ്റിയിട്ടല്ലെന്നും അറിയാം. പിന്നെ മറ്റൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവരെവിടെയാണെന്നുള്ളത് നമ്മൾ സ്റ്റാറ്റസ് ഇടുന്നതും മറ്റതും ഈസി ഫോർ ദം ടു ട്രാക്ക് ഇറ്റ്. അപ്പം ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ തന്നെയല്ലേ നിങ്ങളെ ഇമെയിൽ, ഇത് തന്നെയല്ലേ നിങ്ങൾ ബാങ്കിന് കൊടുത്തിരിക്കുന്നത്? അപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇവർ എവറി ടൈം അവർ പാസ്കോഡ് ചോദിക്കുമ്പോൾ ബാങ്ക് ഈസ് സെൻഡിങ് എൻ ഇമെയിൽ ടു ഹെർ ഇമെയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു വെരിഫിക്കേഷന് വേണ്ടി. അത് അയാൾ കൊടുത്തിട്ടുണ്ട്. അയാൾ അപ്പം തന്നെ ഇവർക്ക് SMS കിട്ടിക്കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും, അത് വീണ്ടും അടിക്കുമ്പോൾ അയാൾക്ക് പക്ഷേ അത് ഹാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. സെർട്ടൺ ലെവല് അത് നടന്നില്ല. പക്ഷേ ദർ ഇസ് എ ട്രൈങ്. ഇതിങ്ങനെ ട്രൈ ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഇമെയിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാങ്കിന് കൊടുക്കുന്ന ഇമെയിൽ നിങ്ങൾ ആർക്കും ഷെയർ ചെയ്യാതിരിക്കുക. അത് നിങ്ങളെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനും ഡീലിങ്സിനും നമ്മൾ ഒരു യൂസർ നെയിം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ സെപ്പറേറ്റ് ആയിട്ട് സെക്യൂർ ആയിട്ട് കീപ്പ് ചെയ്യുന്ന സാധനമായിരിക്കും. ഒരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ എന്താ പാടുള്ളത്? അത് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ അത് മാത്രം ബാങ്കിന് കൊടുക്കുക. നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കൊടുക്കുന്ന ഒരു ഇമെയിൽ ഉണ്ടെങ്കിൽ ദാറ്റ്സ് എ പബ്ലിക്. നിങ്ങൾ മൈൻഡ് ചെയ്യാത്ത ഒരു ഇമെയിൽ ക്രിയേറ്റ് ചെയ്യുക. ഇതൊക്കെ ഫ്രീ ആണേ. മനസ്സിലായി. ഇനി നമ്മൾ നേരത്തെ ഹോം സെക്യൂരിറ്റിയുടെ കാര്യം പറഞ്ഞു, ഹോം യൂസേഴ്സിൻ്റെ. അപ്പോൾ നമ്മൾ ഈ ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു, അത് വെച്ചു. അതർ ദാൻ ദാറ്റ്, is there anything we can control from external hacking or external intruders? വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നുള്ളതാണ് എൻ്റെ നമ്മൾ ഹാക്കിംഗ് എന്ന് പറയുന്ന ഒരു വേർഡിനെ പലരും തെറ്റിദ്ധരിച്ചെടുക്കുന്നുണ്ട്. ഈ ഹാക്കിംഗ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പലരും ഐ എം എ ഹാക്കർ എന്ന് പറയുന്നത്, എത്തിക്കൽ ഹാക്കിംഗ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ അത് ഇറ്റ്സ് നോട്ട്. ബേസിക്കലി ഹാക്കിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. നമ്മൾ ഒരു എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ മുനീർഭായിയുടെ കമ്പനിയിൽ ഒരു 1 million ഒരു IT അപ്ഗ്രേഡ് ചെയ്തു. ആ അപ്ഗ്രേഡേഷന് യു ഹാഡ് സ്പെൻഡ് ദാറ്റ് മച്ച് ഓഫ് മണി.
നമ്മൾ മുനീർബായുടെ വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സെക്യൂർഡ് ആണെന്നുള്ളത്, പെർഫെക്റ്റ്ലി വളരെ. ബട്ട് ഒരു ഹാക്കറിൻ്റെ പ്രോസ്പെക്റ്റിൽ ചിലപ്പോൾ അയാൾ ഒരു ലൂപ്പ് ഹോൾ കാണും. ആ ലൂപ്പ് ഹോൾ കാണാൻ വേണ്ടിയിട്ട് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന അതെങ്ങനെ ഹാക്ക് ചെയ്ത ഒരു ഹാക്കറിൻ്റെ പെർസ്പെക്റ്റീവിൽ ഏതെങ്കിലും രീതിയിൽ അതിനെ ഡിച്ചൊട്ടച്ച് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതല്ലാതെ ഒരു പെയ്ഡ് കില്ലറെ പോലെ അല്ല, ഒരു പെയ്ഡ് ഗുണ്ട പോലെയുള്ള ഒരാളല്ല ഒരു എത്തിക്കൽ ഹാക്കർ. അല്ല, എത്തിക്കൽ ഹാക്കേഴ്സ് നെവർ ഡു ദാറ്റ് വേ. വൈറ്റ് ഹാക്കേഴ്സ് എന്നൊക്കെ പറയാൻ. അപ്പം ഞങ്ങളെ പോലത്തെ ആളുകൾ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ അത് പ്രൊട്ടക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വിൽ ട്രൈ ടു ഡു ഇറ്റ്. അപ്പോൾ ഞങ്ങളതിന് ആ പ്രോസസ്സിന് ഞങ്ങൾ പറയുന്നതാണ് റെഡ് ടീം എന്ന് പറയും. റെഡ് ടീം എന്ന് പറയുന്നത് അത് ഒഫൻസീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ. ഇത് ഡിഫെൻസീവായിട്ട് ചെയ്യുന്ന ടീം എന്ന് പറയുന്നത് അവർ ഇൻറ്റേർണൽ IT ആണ്. അവരെ പറയുന്നതാണ് ബ്ലൂ ടീം എന്ന് പറയുന്നത്. ഇതാണ് ടെക്നിക്കൽ ടേമാണ്. ഇനിയിപ്പോൾ ഒരു ഹാക്ക് ചെയ്ത ഒരു സാധനത്തിന് നമുക്ക് അവരെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടീമിനെ ഉപയോഗിക്കാറുണ്ട്. നമ്മളൊരു കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്തു, റാൻസം ഹാക്കിങ് വന്നു, അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനല്ല, അവരെ ഡിഫെൻഡ് ചെയ്യാനും അവരെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ടീം ഉണ്ടാവുമല്ലോ. അത് എങ്ങനെയാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സംഭവിച്ചാൽ ആർക്കെങ്കിലും ഇപ്പോൾ ഇതൊന്ന് ഹാക്ക് ചെയ്തു അങ്ങനെ വന്നാൽ എന്താണ് അതിനുള്ള പ്രതിവിധികൾ, ഏത് രീതിയിലാണ് ചെയ്യാൻ പറ്റുക? ഈ റാൻസം വയർ എന്ന് പറയുന്ന ഒരു പ്രോട്ടോക്കോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് എടുക്കാൻ പറ്റില്ല. അത് അവർ എൻക്രിപ്റ്റഡ് ചെയ്തിട്ടാണ്. അതൊരു മണി മേക്കിംഗ് മെക്കാനിസമാണ്. പ്യൂർലി ഒരു കൊമേഴ്ഷ്യൽ പർപ്പസാണ് അവർ ചെയ്യുന്നത്. നമ്മളത് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഇപ്പോൾ $1,000 അയക്കൂ, പിന്നെ അത് കഴിഞ്ഞാൽ $2,000 അയക്കൂ, $5,000 അയക്കൂ, അങ്ങനെ പാർട്ടായിട്ട് അവർ നമ്മുടെ നിന്ന് വാങ്ങിക്കും. അപ്പോൾ ആ ഒരു പ്രോസസ്സിലേക്ക് എത്താതിരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇമെയിലിൽ നിങ്ങൾക്ക് ഒരു ഇമെയിൽ വന്നു, അതിൽ ഇൻവോയ്സിൻ്റെ ഇത് വന്നു, അത് നിങ്ങൾ ഇൻവോയ്സ് മാറിയിട്ട് അവർക്ക് ബാങ്ക് അക്കൗണ്ടിൽ അയച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ്ലി ഞങ്ങൾക്ക് ലാസ്റ്റ് വീക്കിൽ ഞങ്ങൾ ചെയ്തൊരു ഇൻവെസ്റ്റിഗേഷനിൽ ദ പേഴ്സൺ ഹാസ് ഗിവൺ ഇവിടുത്തെ ലോക്കൽ ബാങ്കിൻ്റെ എന്താ കൊടുത്തിരിക്കുന്നത്. അതിൽ ആ ഒരു ഞാൻ വരാം. ഇപ്പോൾ അങ്ങനെയുള്ളൊരു ഇൻവോയ്സ് ഈ ഫ്രോഡ് വരുന്നത് എന്താ വെച്ചാൽ ഇപ്പം നമ്മുടെ കമ്പനിയിൽ ഇപ്പം പല ട്രേഡിംഗ് കമ്പനി, മെയിനായിട്ട് ട്രേഡിംഗ് കമ്പനി, ഇപ്പം മില്യൺസിൻ്റെ ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ടാവും. സപ്ലയർക്ക് പൈസ അയച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം സപ്ലയർ പറയുകയാണ് മൈ അക്കൗണ്ട് നമ്പർ ഹാസ് ചേഞ്ച്ഡ്, ഓക്കെ, ഇതാണ് നിങ്ങൾ അയച്ച ഇൻവോയ്സ്, ഇതാണ്, ഇതിന് ഈ അക്കൗണ്ടിലേക്ക് ഇനി പൈസ അയക്കണം എന്നും പറഞ്ഞിട്ടാണ് ഒരു പക്ഷേ വരിക. അതല്ലെങ്കിൽ നോർമലി നമുക്ക് വരുന്നത് പോലെയുള്ള ഒരു ഇമെയിൽ ആയിരിക്കില്ല, കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് ഇതൊരു സ്ട്രക്ചർ ഉണ്ടാവും, പക്ഷെ വേറൊരു അക്കൗണ്ട് നമ്പർ ആയിരിക്കും നമുക്ക് അതിനകത്ത് വരിക. ഇതിലേക്ക് അയക്കണം എന്ന് പറയുന്നു, നമ്മൾ അയക്കുന്നു. അപ്പോൾ അയക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ അയച്ച ആൾ കുടുങ്ങി. പിന്നെ അയാൾ വന്നിട്ട് എൻ്റെ അനുഭവത്തിൽ ഒരു കമ്പനിക്ക്, ഷാർജയിലൊരു കമ്പനിക്ക് ഉണ്ടായിരുന്നു, അവർ വന്നിട്ട് പറഞ്ഞു നമ്മുടെ ഇമെയിൽ ഹാക്ക് ചെയ്തതാണോ, ഇതെന്താണെന്ന് അറിയുന്നില്ല എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് അവസാനം അത് പ്രൊട്ടക്റ്റ് ചെയ്തു, അതൊരാൾ വേറെ ആളുടെ സഹായത്തോടു കൂടി. അപ്പോൾ അതെങ്ങനെയാണ്, എന്താണ് അതിനുള്ള മൂല കാരണം, അതെങ്ങനെയാണ് സംരക്ഷിക്കാൻ പറ്റുക? ഇതിന് ഒരു ടെക്നോളജി ബേസിൽ പറയുകയാണെങ്കിൽ റിവേഴ്സ് ഹാക്കിംഗ് എന്ന് പറയാം. അതെ, രണ്ട് രീതിയിൽ നടക്കാതെ. ഒന്നെങ്കിൽ സെൻഡർ, ഞാനാണ് മുനീർബായ്ക്ക് അയച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ ഇമെയിൽ ഹാക്ക് ചെയ്തിട്ടുണ്ടാവും. അതല്ലെങ്കിൽ മുനീർബായുടെ ഇമെയിൽ ഹാക്ക് ചെയ്തിട്ടുണ്ടാവും. മുനീർബായുടെ ഇമെയിൽ ഹാക്ക് ചെയ്യുകയാണെങ്കിൽ അവർ ചെയ്യുക, മുനീർബായുടെ ഇമെയിലിൻ്റെ കൂടെ എനിക്ക് അവിടുന്ന് കണ്ടൻറ് എടുത്തിട്ട് എനിക്ക് അയച്ചുകൊണ്ടിരിക്കും. എൻ്റെ ഇമെയിലാണ് ഹാക്ക് ചെയ്യുന്നത്, ഞാൻ സെൻഡർ അല്ലേ. സെൻഡർ അയച്ചാൽ എൻ്റെ ഇമെയിൽ വന്നിട്ട് മുനീർബായ്ക്ക് ഒബ്വിയസ്ലി അവരൊരു മാസ്ക് ചെയ്തിട്ട് ഇമെയിലൊക്കെ അയച്ചിട്ട് എൻ്റെ ഈ വരുന്ന ഇമെയിൽ അവരെന്ത് ചെയ്യും, റീറൂട്ട് ചെയ്യും അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. ഇതെങ്ങനെ നടന്നിട്ടുണ്ടാവും, അതിന് മുന്നേ ഒരു പ്രോസസ്സിലേക്ക് എത്തണമെങ്കിൽ നടന്നിട്ടുണ്ടാവില്ലേ. ആ പ്രോസസ്സ് എന്ന് പറയുന്ന സാധനമാണ് നേരത്തെ ഞാൻ പറഞ്ഞ ലിങ്കുകൾ. നമ്മൾ ഏതെങ്കിലും ലിങ്ക് ക്ലിക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ആഡുകൾ വരാം അല്ലേ. അതിലൊക്കെ ആഡിൻ്റെ ഉള്ളിലൊക്കെ ഇവർ എന്ത് ചെയ്യും, ലിങ്ക് അയക്കും, നിങ്ങളത് ഇടും, അത് നേരെ ഡൗൺലോഡ് ചെയ്യുന്നുണ്ടാവും. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലെ ആക്സസ്സുകളും മറ്റുള്ള കിട്ടും. ഒന്ന്. രണ്ടാമത്തത് സ്നിഫറിങ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിൽ ഈ അവിടുന്ന് അയച്ച് ഇങ്ങോട്ട് വരില്ലേ, സെക്യൂർഡ് ആയിട്ടുള്ള ഇമെയിൽ അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് സ്നിഫ് ചെയ്തിട്ട് എനിക്ക് എടുക്കാൻ പറ്റും, ആ കണ്ടൻറ്റ് എടുക്കാൻ പറ്റും. ആ ടെക്നോളജി വരെയുണ്ട്. ഇപ്പോൾ കോമൺ ആയിട്ട് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഒരു കോമൺ മാൻ പോയിന്റ് ഓഫ് വ്യൂവിൽ. ഇപ്പോൾ നമ്മളുടെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിലോ ഒരു വെബ്സൈറ്റിലോ രജിസ്റ്റർ ചെയ്യാൻ പറയും. രജിസ്റ്റർ വിത്ത് യുവർ ഇമെയിൽ എന്ന് പറഞ്ഞിട്ട് നമ്മളോട് സൈൻ അപ്പ് ചെയ്യാൻ പറയും.
സൈനപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കും, പാസ്വേഡ് കൊടുക്കാൻ പറയും. ആക്ച്വലി പലരും വിചാരിക്കുന്നത് നമ്മളുടെ ഒറിജിനൽ ഇമെയിലിൻ്റെ പാസ്വേഡാണ് കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഒറിജിനൽ ഇമെയിലിൻ്റെ പാസ്വേഡ് കൊടുക്കും, അതങ്ങോട്ട് പോകും. ഇവരെന്ത് ചെയ്യും? ഈ ആൾക്കാർ ഇത് ഒരുപക്ഷെ ജെന്യൂൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ കമ്പനികൾ ചെയ്യില്ല, അതല്ലാത്ത പല ടൂൾസും അതൊക്കെ ആണെങ്കിൽ ഇത് അവരുടെ ഇമെയിലിൽ പോയിട്ട്, ജിമെയിൽ ആണെങ്കിൽ ജിമെയിലിൽ പോയിട്ട് അത് ട്രൈ ചെയ്യും. ഇത് ഒറിജിനൽ ആണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഹാക്ക് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട മറ്റ് എല്ലാ ഹാക്കിംഗ് പരിപാടികളും അവർ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയുന്നത്, നമ്മളൊരു ഗൂഗിൾ സൈൻ അപ്പ് വിത്ത് ഗൂഗിൾ, സൈൻ അപ്പ് വിത്ത് ഫേസ്ബുക്ക് എന്നൊക്കെ പറയും പോലെ വിത്ത് യുവർ ഇമെയിൽ എന്ന് പറഞ്ഞാൽ ആ കൊടുക്കുന്ന ഇമെയിൽ അഡ്രസ്സ് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ആവാം. അതിൻ്റെ കൂടെ നമ്മൾ പാസ്വേഡും കൂടി സെറ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ഒറിജിനൽ ഇമെയിലിൻ്റെ പാസ്വേഡ് അല്ല ഉപയോഗിക്കേണ്ടത്, പുതിയതായിട്ടൊരു പാസ്വേഡ് അവിടെ ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ദാറ്റ് ഷുഡ് നെവർ ബി ദ ഒറിജിനൽ പാസ്വേഡായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവരുത്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു ഇമെയിലാണ് എല്ലായിടത്തും ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഇമെയിൽ നമ്മുടെ ഇമെയിൽ ആക്സസ് ചെയ്യാൻ ജിമെയിലിലോ മൈക്രോസോഫ്റ്റിലോ ഏതിലാണോ ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ആ പാസ്വേഡ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാസ്വേഡും നമ്മൾ എവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി വേറൊരു പ്രധാനപ്പെട്ട വിഷയം, ഇപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ എംപ്ലോയീസിന് വർക്ക് ഫ്രം ഹോം കൊടുക്കും. ഈ വർക്ക് ഫ്രം ഹോം കൊടുക്കുന്ന സമയത്ത് ലാപ്ടോപ്പുകൾ അവർ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു, അവർ വർക്ക് ചെയ്യുന്നു, പിന്നീട് തിരിച്ചു വരുന്നു. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ എങ്ങനെയാണ് നമുക്ക്, ഇപ്പോൾ ഹോം യൂസേഴ്സ് പൊതുവേ സെക്യൂരിറ്റി കുറഞ്ഞ ഒരു എൻവയറമെൻറ്റിലാണ് വർക്ക് ചെയ്യുക, പക്ഷേ നമ്മുടെ ഓഫീസിലെത്തുമ്പോൾ കുറേ കൂടി സെക്യൂർഡ് എൻവയറമെൻറ്റിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു അറ്റാക്ക് ഉണ്ടാവുകയും അത് ഇവിടെ വന്നാൽ ഈ നെറ്റ്വർക്കിലേക്ക് ബാധിക്കാനുള്ള സാധ്യത ഉണ്ടാവുമോ? 100%. ആക്ച്വലി നല്ലൊരു ക്വസ്റ്റ്യൻ ആണത്. കാരണം ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ അത്. കാരണം നമ്മൾ ഓഫീസൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ വളരെ ഭയങ്കര പാക്ഡ് ആയിട്ട് ഭയങ്കര ഇതാക്കി വെക്കും. പക്ഷേ വീട്ടിൽ ഇതേപോലത്തെ പഴയ റൗട്ടർ ആയിരിക്കും ഉണ്ടാവും, ഈസി ആക്സസ് ആവും. അങ്ങനെ വരുമ്പോൾ എന്തായാലും ഒരു കോർപ്പറേറ്റ് ലാപ്ടോപ്പുകൾ എന്ന് പറയുന്നത് ഫുള്ളി കൺട്രോൾഡ് ആണ്. കാരണം ഒരു അഡ്മിൻ യൂസർ ഉണ്ടാവും, ഒരു നോർമൽ യൂസർ ഉണ്ടാവും. ആ നോർമൽ യൂസറിന് അഡ്മിനിലേക്ക് കയറാൻ പറ്റില്ല. സോ നോ വൺ ക്യാൻ ഇൻസ്റ്റാൾ എനിത്തിങ്. അഡ്മിൻ പാസ്വേഡ് കിട്ടി കഴിഞ്ഞാലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് സേഫ് സൈഡ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കില്ല. ഇപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് കമ്പനികളിൽ ഈ എക്സ്റ്റേണൽ സോഫ്റ്റ്വെയറുകളും ഓൺലൈൻ ക്ലൗഡിലുള്ള പല സാധനങ്ങളും ആക്സസ് ചെയ്യേണ്ടതുകൊണ്ട് തന്നെ പല ലാപ്ടോപ്പുകൾ റെസ്ട്രിക്റ്റ് ചെയ്യാതില്ല എന്നുള്ളതാണ്. അതെ, അത് വളരെ കോമൺ ആണ്. എസ്പെഷ്യലി ടെക്നോളജി ഉപയോഗിക്കുന്ന പല കമ്പനിയിലും GPT ആണെങ്കിലും അതുപോലെ അതൊന്നും ഒരു വല്ലാത്ത സെക്യൂരിറ്റിയിലൊന്നുമല്ല അതവർ വർക്ക് ചെയ്യുന്നത്. അതെ 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 അത് ആ അത്തരത്തിലുള്ള നമുക്ക് ഒരു ലിവറേജ് കൊടുക്കരുത് നമ്മൾ. ഓക്കെ, നമ്മൾ മുന്നേ ഈ സൈബർ സെക്യൂരിറ്റി എന്ന് നമ്മൾ കേൾക്കുമ്പോൾ SME കമ്പനീസിന് ഭയങ്കര പേടിയാണ്. കാരണം അത് ആക്സസിബിൾ അല്ലല്ലോ, വെറും കോർപ്പറേറ്റിലല്ലേ, അത് നമുക്ക് അത്ര വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോസ്റ്റിംഗ് അല്ലല്ലോ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 2 years ബാക്ക്. നോ, നിങ്ങൾക്ക് ഒരു 1000-1500 ദിർഹംസോ നിങ്ങൾ ചിലവാക്കി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയി ചെയ്യാൻ പറ്റും. നെറ്റ്വർക്കിൽ തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ അതൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് നെറ്റ്വർക്ക് സെക്യൂരിറ്റി ചെയ്യാൻ പറ്റും. ഇതൊരു പോളിസി ഡ്രിവൺ ആണ്. നമ്മളൊരു കമ്പനിയിൽ നമ്മളൊരു ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ SMEയിൽ ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു ഹോം സെറ്റപ്പ് ഉണ്ടാക്കരുത്. ഇപ്പോൾ മിക്ക കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ ഒരു ഹോം സെറ്റപ്പ് എന്ന് പറയുന്നത് എല്ലാ കമ്പ്യൂട്ടറും ഉണ്ടാവുക ഒരു വർക്ക് ഗ്രൂപ്പ് ടൈപ്പ് ആവും. വീട്ടിൽ എങ്ങനെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ. അത് പാടില്ല. ഒരു സെർവർ ഉണ്ടാവുക, ഹൈറാർക്കിക് പൊസിഷൻ. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി അതിൽ കൊണ്ടുവരും. അതിന് നിങ്ങൾ കാണുന്ന ഒരു വലിയൊരു കോസ്റ്റിംഗ് അല്ല അത് വരുന്നത്. ഈവൻ നിങ്ങൾക്കൊരു 3000 തൊട്ടിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വൺ ടൈം കോസ്റ്റേ പറയുന്നത്. അതേ പറയുന്നത്. നിങ്ങൾക്ക് അത്രത്തിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ സെക്യൂരിറ്റി എന്ന സാധനം. അതിനിപ്പോൾ സ്വാഭാവികമായിട്ടുള്ള SMEയിലെ ഓൺടർപ്രണേഴ്സിൻ്റെ ഒരു പേടിയും ഒരു പരിചയക്കുറവ് എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന് നമുക്ക് IT യെക്കുറിച്ച് കുറവായിരിക്കും വിവരം. കമ്പ്യൂട്ടർ അറിയാം, ഫോൺ ഉപയോഗിക്കാൻ അറിയാം. ഈ പറയുന്ന രീതിയിലൊന്നും നമുക്കെന്തില്ല, നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഈസ് ഇറ്റ് സംതിങ് വിച്ച് വി ക്യാൻ ട്രെയിൻ ദ കോമൺ മാൻ? ഈസ് ഇറ്റ് സംതിങ് വിച്ച് ദേ ക്യാൻ ഓൾസോ ചെക്ക് ഇറ്റ്? അതെ. അപ്പോൾ അതിന് മറ്റൊരു പ്രോസസ്സാണ് ഇപ്പോൾ ഞങ്ങളുടെ കമ്പനി പോലത്തെ കമ്പനികളൊക്കെ ചെയ്യുന്നത്. അവയർനെസ് പ്രോഗ്രാം എന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ ഇപ്പോഴത്തെ സ്റ്റേജിൽ കമ്പ്യൂട്ടറും അല്ലെങ്കിൽ അതിൻ്റെ സെക്യൂരിറ്റിയും എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന രീതിയിൽ ഒരു കമ്പ്യൂട്ടർ അവയർനെസ് പ്രോഗ്രാം നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് വളരെ ഒരു എഫക്റ്റീവായിട്ട് നടന്നു പോകുന്നുണ്ട്. അത് മാത്രമല്ല, അതിപ്പോൾ സ്കൂൾ ലെവലിലേക്ക് കടന്നിട്ടുണ്ട്.
സ്കൂളത്തെ കുട്ടികൾക്ക് നമ്മൾ അതെ അതെ. ഇപ്പം നമ്മൾ കൂടുതലും ദുബായ് ബേസ്ഡ് ആയിട്ടുള്ളത് ചെയ്യുന്നത്. ബട്ട് ഒബിയസ്ലി ഷാർജയിലേക്കും മറ്റുള്ള സ്കൂളുകൾക്കൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് പാർട്ടീസിന് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു ബാച്ചായിട്ട് നമ്മൾ ചെയ്യുക, ഇത്തരത്തിലുള്ള ഡെമോൺസ്ട്രേഷൻസ് ഒക്കെ ചെയ്തിട്ട് കുട്ടികൾക്ക് അവയർനെസ്. ഏത് തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പാലിക്കേണ്ടത്, അതെ, റൂട്ടീനായിട്ട് ചെയ്യേണ്ട പ്രാക്ടീസസ് എന്തൊക്കെയാണ്, ഡൂസ് ആൻഡ് ഡോൺസ് എന്തൊക്കെയാണ്. അതെ അതെ. ഈ അവയർനെസ് പ്രോഗ്രാം നമ്മൾ എംപ്ലോയീസിനും അല്ലെങ്കിൽ എൻ്റർപ്രണേഴ്സിനും നമ്മൾ കൂടുതലും എഡ്യൂക്കേറ്റ് ചെയ്യാന്നുള്ള ഒരു പ്രോസസ്സിലേക്ക് കടക്കുകയല്ലാതെ വേറെ വഴിയില്ല. ഓക്കെ, നമ്മൾ എന്തായാലും ഈ ഒരു മേഖലയിൽ ഞാൻ ഇന്നത്തെ ഷോ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന് നിങ്ങളെപ്പോലെയുള്ള ഈ സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരെ ജനങ്ങളിലേക്ക് എത്തിക്കുക, ഇതിനെ ജനകീയമാക്കുക, ഇതിൽ നിന്നും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ ദൂരീകരിക്കുക, നമ്പർ 1. നമ്പർ 2, ദിസ് വിൽ ബി എ സീരീസ് ഓഫ് ഈവൻറ്റ്സ് വിച്ച് വിൽ ബി കമ്മിങ് ഇൻ ദുബായ്. ഡിഫറെൻറ്റ് ബിസിനസ്സുകാർക്ക് അതേപോലുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനുള്ള സീരീസ് ഓഫ് ഈവൻറ്റ്സ് തുടങ്ങുക എന്നുള്ളതാണ്. അതെ അതെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു ഫാൻസി ടേമാണ് സൈബർ സെക്യൂരിറ്റി, സൈബർ ഫോറൻസിക് എന്നൊക്കെ പറയുന്നത്. നല്ല ബ്യൂട്ടിഫുൾ നെയിമാണ് ഇല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ഹൗ ക്യാൻ ഐ ബി ആൻ എക്സ്പേർട്ട്, അല്ലെങ്കിൽ ഏത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഏത് കോഴ്സ് ഏത് യൂണിവേഴ്സിറ്റിയിൽ ഏത് രീതിയിൽ എടുത്താലാണ് നമുക്ക് സൈബർ സെക്യൂരിറ്റി, ഇപ്പോൾ IBM അതുപോലെയുള്ള നിരവധി പിന്നെ മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ കോഴ്സസൊക്കെ വരുന്നുണ്ട്, ഏതാണ് അതുമായിട്ടൊരു ബന്ധപ്പെട്ട എന്തെങ്കിലും ഇൻഫർമേഷൻ പാസ് ചെയ്യാനുണ്ടോ? സൈബർ സെക്യൂരിറ്റി എന്നുള്ള ഒരു കോഴ്സ് എന്ന് പറയാനായിട്ട് കൂടുതൽ നമ്മൾ സൈബർ സെക്യൂരിറ്റി കരിയറായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സിൽ ആരെങ്കിലും കടക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേറ്റ് ആയിരിക്കണം മിനിമം. അല്ലെങ്കിൽ പറ്റില്ലേ? ഇതിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു മാത്സ് പഠിച്ചാലാണ് നമ്മളൊരു അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ കിടക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്കൊരു മാത്സ് നിങ്ങൾക്ക് ഇല്ല, നിങ്ങൾ ഫിസിക്സ് ആണ് 1+1 2 അല്ല എന്ന് അറിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ ബേസ് എന്ന് പറയുന്നത് നമ്മൾ വേണമെന്ന് പറയുന്നത്. ഇനി ഒരു BSc കമ്പ്യൂട്ടർ സയൻസോ മറ്റോ അറിയാത്ത ഒരാൾക്ക് സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ട് ആവാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. പക്ഷെ ഞാനതല്ല ഞാൻ പറഞ്ഞു, ഞാനൊരു പ്രോസസ്സ് ഒരു സ്റ്റുഡൻറ്റ് എന്ന നിലയിൽ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു മാസ്റ്റർ ഡിഗ്രിയോ അല്ലെങ്കിൽ ഒരു BSc ഡിഗ്രിയോ എടുക്കുക. അതെടുത്തതിന് ശേഷം +2 കഴിഞ്ഞിട്ട് ഒരാൾക്ക് സൈബർ സെക്യൂരിറ്റി പഠിക്കണം എന്ന് തോന്നുന്നു. ഒരാളുടെ ഏറ്റവും ആംബിഷ്യസ് ആയിട്ടുള്ളതാണ്, ഐ വോണ്ട് ടു ബി ലൈക്ക് എൻ ഇൻവെസ്റ്റിഗേറ്റർ, ഐ വോണ്ട് ടു ബി എ ഫോറൻസിക്, ഐ വോണ്ട് ടു ഇൻവെസ്റ്റിഗേറ്റ് തിങ് ആൻഡ് ഹെൽപ്പ് ദ പീപ്പിൾ ബൈ ഫൈൻഡിങ് ഓൺലൈൻ ലൈക്ക് സൈബർ സെക്യൂരിറ്റി. അങ്ങനെ വരുമ്പോൾ അതിനെന്താണ് ഓപ്പർച്യൂണിറ്റി? ഒത്തിരി പ്രോസസ്സ് ഉണ്ട്. അതിലൊരു 3 കോഴ്സസ് ഞാൻ പറയുകയാണെങ്കിൽ, പക്ഷെ അതും ഈ പറഞ്ഞ പോലെ മിനിമം യോഗ്യത എന്ന് പറയുന്നതുണ്ട്. അതിൻ്റെ ഒരു ബേസ് ഇല്ലാന്നുണ്ടെങ്കിൽ, അതിന് പ്രോട്ടോകോൾസ് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡിവിഷനിലേക്ക് കടക്കാൻ പറ്റില്ല. നമ്മളൊരു മൊബൈൽ റിപ്പയറിങ് ചെയ്യുന്ന ഒരു പ്രോസസ്സിൽ പോലെയല്ല സൈബർ സെക്യൂരിറ്റി. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ നാട്ടിലാണെങ്കിലും യങ്സ്റ്റേഴ്സ് ആണെങ്കിലും അവർ ചെയ്ത ഒരു ചെറിയൊരു പ്രോസസ്സിന് അവർ പറയും ഞാൻ ഹാക്കർ എന്ന് പറയും. അപ്പോൾ അതല്ല അത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡിഗ്രി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ഉണ്ടെങ്കിലും CISP എന്ന് പറയുന്നതും CISA എന്ന് പറയുന്നതും CISSP എന്ന് പറയുന്ന കോഴ്സുകളുണ്ട്. അതിൻ്റെ ബെറ്റർ എന്ന് പറയുന്നത്, കാരണം അങ്ങനത്തെ ഒത്തിരി കോഴ്സുകളുണ്ട്. ആ കോഴ്സുകളല്ലാതെ നിങ്ങൾ സൈബർ സീക്സ് എന്ന് പറഞ്ഞിട്ടൊരു cyber6.org എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. സൈബർ SEEK CYBERSEEK.org. ഈ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളെ കരിയർ പാത്ത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു 7 to 8 പ്രോസസ്സ് ഉണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് പറയാം ഏത് കോഴ്സാണ് ഈ ഒരു. ഇപ്പം നമ്മളിപ്പോൾ ഒരു if I am a 12th grade, I can go for this. അതെ. If I am a computer engineer, I can go for this. അത് മാത്രമല്ല, ഇപ്പം നിങ്ങൾ പറയണത് ഇപ്പോൾ CISA എന്ന് പറയുന്നത് സർട്ടിഫൈഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഓഡിറ്ററാണ്. ആ ഓഡിറ്റർ ആവണമെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിന് വേണമെങ്കിൽ ക്വാളിഫിക്കേഷൻ എന്താണ്, അതിന് ഏതാണത് വേണ്ടത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് കരിയർ പാത്ത് അതിൽ ഉണ്ട്. ഇത് നല്ലൊരു വെബ്സൈറ്റാണ്. ഈ യങ്സ്റ്റേഴ്സിന് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് ഡീറ്റെയിൽസ്. പ്രത്യേകിച്ച് നമ്മളുടെ കരിയർ നമ്മൾ ആ ഒരു ദാറ്റ്സ് എ ബ്രില്യൻറ്റ് ഇൻഫർമേഷൻ. ദാറ്റ്സ് ബ്രില്യൻറ്റ് പീസ് ഓഫ് ഇൻഫർമേഷൻ. ഓൾറൈറ്റ്. ഇനി നമ്മൾ ദുബായിൽ UAE ലാണെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു അറ്റാക്ക് വരികയും നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഡാറ്റ അറ്റാക്കോ അതല്ലെങ്കിൽ സൈബറിൽ നമ്മുടെ ഒഫീഷ്യൽ ഇപ്പം അത് ഈ എൻവയറമെൻറ്റ് ഓഫീസ് എൻവയറമെൻറ്റിൽ ഒരു ക്വസ്റ്റ്യൻ, ഇതിനു മുമ്പ് ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ. നേരത്തെ നമ്മൾ ഹോം സെക്യൂരിറ്റി നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഓഫീസിൽ ബിസിനസ്സിൽ
ഏത് രീതിയിലാണ് നമുക്ക് നമ്മുടെ പ്രൊട്ടക്ഷൻ കൊണ്ടുവരാൻ പറ്റുക? ഈ ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി തന്നെ ഇൻസ്റ്റാൾ ചെയ്താൽ മതിയോ, അതോ ഈസ് ദർ എനിത്തിങ്? അല്ല, അത് ഇന്റർനെറ്റ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു 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 വേർഡാണ്, ഒരു ടെക്നിക്കൽ വേർഡാണ്. അല്ല, എനി സോഫ്റ്റ്വെയർ, അതെ, എനി പീസ് ഓഫ് സോഫ്റ്റ്വെയർ വിച്ച് ഈസ് ഗിവിങ് ദ സൈബർ, ഈ ഒരു ഇൻ്റർനെറ്റ് സെക്യൂരിറ്റിയുടെ ആക്ഷൻ. ഇപ്പോൾ ഒരു കമ്പനി പ്രോസ്പെക്റ്റിൽ നിന്ന് പോകുമ്പോൾ ഇപ്പോഴത്തെ സ്റ്റേജിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രലൈസ് സോഫ്റ്റ്വെയർ എടുക്കുകയാണ് നല്ലത്. ഓക്കെ, അതും ഈ പറഞ്ഞ പോലെ ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി എന്ന് പറയുന്നതും, ഇൻ്റർനെറ്റ് സെക്യൂരിറ്റിയിൽ തന്നെ സൈബർ സെക്യൂരിറ്റിയും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റാൻസം വെയർ ഒക്കെ അറ്റാക്ക് പിടിക്കുക, അതിപ്പോൾ നമ്മൾ ഹോം സെക്യൂരിറ്റിയിലും വരുന്നുണ്ട്, ഇതിലും വരുന്നുണ്ട്. പക്ഷേ ഇതിൽ ഒരു കുറച്ചുകൂടി കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു സെർവർ സൈഡിലൊക്കെ കൺട്രോൾ ആയിട്ടുള്ളതും, നമ്മൾ ഇമെയിലിനെ സ്കാൻ ചെയ്യുന്നതും, അങ്ങനെ ഒത്തിരി സോഫ്റ്റ്വെയർസ് ഉണ്ട്. അത് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ സെർവേഴ്സൊക്കെ ക്ലൗഡിലാണ്. അതെ, ഇപ്പോൾ ഇൻ ഹൗസ് ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പല സോഫ്റ്റ്വെയർസും പല രീതിയിലുള്ള പ്രോസസ്സുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. അത് എങ്ങനെ അഡോപ്റ്റ് ചെയ്യണമെന്നുള്ളത് ഒരു IT പോളിസി ഏത് ചെറിയ കമ്പനിക്കും വേണം. ഇനി അങ്ങോട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ IT ഓഡിറ്റിംഗ് വേണം, 100% പോളിസി വേണം. നിങ്ങളെ കമ്പനിയിൽ എന്താണുള്ളത്, എങ്ങനെയാണ് സെക്യൂർഡ് ആണോ. ഇപ്പോൾ ഒരു ഇൻറ്റേർണൽ IT ഉണ്ടെങ്കിൽ കൂടി അവരും ഹ്യൂമൻ ബീയിങ്സ് ആണ്, അവർ മിസ്റ്റേക്സ് ചെയ്യാം. ഒരു അഡ്മിൻ യൂസർ ID വെച്ചിട്ട് അതിന് ഒരു യൂസറിന് അഡ്മിൻ പ്രിവിലേജ് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ്സ് എ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്. അത്തരത്തിലുള്ള ഒരു ഓഡിറ്റിങ് നമ്മൾ ചെറിയ കമ്പനികൾക്ക് പോലും ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ചെയ്യണം. ഇതൊക്കെ ഞങ്ങളുടെ അഡ്വൈസുകളാണ്. കാരണം അത് ചെയ്താലാണ് നിങ്ങൾക്ക് അറിയുള്ളൂ. ഇപ്പോൾ ഒരു എൻ്റർപ്രണർ ആയിട്ടുള്ള ചെറിയൊരു എൻ്റർപ്രണറിന്, അല്ലെങ്കിൽ ഒരു 25 പേരുള്ള ഒരു കമ്പനിയിലെ ആൾക്ക് അയാളുടെ IT-യുടെ ഒരു കാര്യങ്ങളും അറിയില്ല. ഒരു പാസ്വേഡ് അറിയില്ല, ഒരു ഫയർ വാൾ ഉണ്ട്, ആ ഫയർ വാൾ എന്താ ചെയ്യണമെന്ന് പോലും അറിയില്ല. അപ്പോൾ ഞങ്ങൾ പോലത്തെ ആളുകൾ വന്നിട്ടെന്ന് വെച്ചാൽ അതിനൊരു IT ഓഡിറ്റിംഗ് ചെയ്തിട്ട് ഒരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യും. ആ ഡോക്യുമെൻ്റ് വിൽ ബി ഓൺലി ഫോർ ദി ഒരു IT മാനേജറോ അല്ലെങ്കിൽ ഒരു ജോബിൽ നിന്ന് ഒരാൾ പോകുമ്പോൾ പോലും പ്രോപ്പർ ഹാൻഡ് ഓവർ എങ്ങനെയാണെന്നോ, പ്രോപ്പർ ഡാറ്റ സെക്യൂർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നോ, പാസ്വേഡ്സ് എങ്ങനെയൊന്നും നമ്മൾ അറിയുന്നില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും കുറച്ച് സമയവും കുറച്ച് കാശും ചിലവഴിച്ചേ പറ്റുള്ളൂ. ഇനി ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മളെ സമയം ഐ തിങ്ക് വി ആർ ഓൾമോസ്റ്റ് ഗെറ്റിംഗ് ക്ലോസർ, 1 മണിക്കൂറായി ഏതാണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ UAE-യിലാണെങ്കിൽ എവിടെ റിപ്പോർട്ട് ചെയ്യണം, എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം? ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും നമ്മളെ ബുള്ളി ചെയ്താൽ, അതല്ല നമ്മുടെ ഏതെങ്കിലും റാൻസം വെയറോ ഇത് വന്നാൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഹാക്ക് ചെയ്യുകയോ നമ്മുടെ ഡാറ്റ പ്രൊട്ടക്ഷനിലോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ, വാട്ട് ഈസ് ദ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോൺടാക്ട്, വാട്ട് ഈസ് ദ പ്രൊസീജിയർ? ഫസ്റ്റ് കോൺടാക്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അതോറിറ്റീസിനെ അറിയിക്കുക എന്നുള്ളതാണ്. പോലീസ് അതോറിറ്റിനെ, സൈബർ ക്രൈംസിനൊക്കെ. സൈബർ ക്രൈംസ് കൂടുതലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് SPS, നമ്മൾ ഇപ്പോഴത്തെ സ്മാർട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ ഇത് ചെയ്യാൻ പറ്റും. ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സിൽ നമ്മൾ കൊടുക്കേണ്ട കുറേ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ഇത് സംഭവിച്ചത് എങ്ങനെയാണ്, എവിടെ നിന്നാണ്, ഏത് രീതിയിലാണ് സംഭവിച്ചത്, ഈ ഇൻഫർമേഷൻ അവർക്ക് കൊടുത്താലാണ് അവർക്ക് എന്തിനും ചെയ്യാൻ പറ്റും. അതെ, ഇനിയിപ്പോൾ അത് നോട്ട് ഇൻസൈഡ് ദ കൺട്രി ആണെങ്കിലോ? ആക്സസും അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം നടക്കുന്നത് ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്താണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്, ജുഡീഷ്യറിയിൽ. അതല്ലാതെ നമുക്കിപ്പോൾ ഒരു UK-യിൽ ചെയ്ത സംഭവം ഇവിടെ ചെയ്യാൻ പറ്റില്ല. ഇവിടുന്ന് UK-യിൽ നിന്നാണ് കണ്ടുപിടിക്കും പോലീസ് ഒരു പരിധി, പക്ഷേ ഇപ്പോഴും ഡിഫിക്കൽട്ടീസ് ഉണ്ട്. പക്ഷേ അതൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ എന്നാലും ചെയ്യാൻ പറ്റും നമുക്ക്. പക്ഷേ ഇതൊന്നുമല്ല, പ്രിവെന്റീവ് ആണ് ഏറ്റവും ബെസ്റ്റ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഇനി വാട്ട് ഈസ് യുവർ റോൾ ഇൻ സച്ച് സിറ്റുവേഷൻസ് ആൻഡ് ഹൗ ക്യാൻ why should someone can come to you? Is it an entrepreneur or is it a business or individual or corporate? What is your kind of a thing? See, Munir bhai, I've been in this field for 26 years. 26 years. That is my USP. Okay. എനിക്ക് അറിയുന്ന ഈ പണി അല്ലാതെ വേറൊരു പണി ഞാൻ ചെയ്തിട്ടില്ല. You are a born സൈബർ സെക്യൂരിറ്റി മാൻ. അതെ, നമ്മൾ ഒരു ടെക്നിക്കൽ സൈഡ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ സൈഡിൽ നിന്നും ഞാൻ വന്നു. അത് കഴിഞ്ഞിട്ട് ഡാറ്റ പ്രൊട്ടക്ഷൻ എന്നുള്ളൊരു പ്രോസസ്സിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളൊരു കംപ്ലീറ്റ് സൈബർ സെക്യൂരിറ്റി സൊല്യൂഷൻ പ്രൊവൈഡർ എന്നുള്ള രീതിയിലായി. നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഉണ്ട്, നെറ്റ്വർക്ക് പ്രൊവൈഡിംഗ് ഉണ്ട്, നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ സെറ്റപ്പ്, ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. ഉണ്ട് നമുക്കെല്ലാം. ഇമെയിൽ സെക്യൂരിറ്റി വൺ ഓഫ് ദി ബെസ്റ്റ് ഞാൻ പറയുന്നത്. കാരണം ഇമെയിലാണ് ഇപ്പോൾ എല്ലാവർക്കും ദ എൻട്രി പോയിന്റ്. അപ്പോൾ അത് ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്ന. പിന്നെ അതുപോലെ വാട്സപ്പ്
എല്ലാത്തിനും അതിന് മൊബൈൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇപ്പോൾ വാട്സപ്പിന് നമുക്ക് വരുന്ന ഇപ്പം തന്നെ നമുക്കറിയാമല്ലോ, വാട്സപ്പിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പൊതുവേ ഉള്ളത്. നോട്ട്സ് റോങ്. പറ്റും. അത് ഞാൻ പറഞ്ഞത്, എല്ലാത്തിനും സൊല്യൂഷൻസ് ഉണ്ട്. ബട്ട് ഓൺലി തിങ് ഇസ് യു ഹാവ് ടു ഗോ ടു ദ റൈറ്റ് പീപ്പിൾ. Alright. Okay, thank you so much. It was really wonderful hosting you. I think one of the most useful talk shows I've done in this studio. Thank you. എന്തായാലും to conclude, what is your, if I ask you, give 3 advices to my audience, മൂന്ന് അഡ്വൈസ് നമ്മുടെ ഓഡിയൻസിന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? പ്രൊട്ടക്ഷൻ വൈസിൽ ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ പാസ്വേഡ് എന്നൊരു സാധനത്തിനെ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. രണ്ടാമത്തത്, ഡോണ്ട് യൂസ് യുവർ ഇമെയിൽ ഫോർ യുവർ ബാങ്ക് പർപ്പസ്. കോമൺ യൂസ് ചെയ്യുന്നത് പറ്റില്ല. മൂന്നാമത്തത്, എല്ലാ ആപ്ലിക്കേഷൻസിലും, യുവർ ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും എല്ലാത്തിലും 2-way authentication എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് എപ്പോഴും എനേബിൾ ചെയ്യുക. കാരണം നിങ്ങൾ കൊടുക്കുന്ന ഒരു കോഡ് വെച്ചിട്ടേ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളുടെ ആപ്ലിക്കേഷൻസ്. അത് എപ്പോഴും നല്ലതാണ്. പിന്നെ നാലാമത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി എന്നുള്ള ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾ ഉപയോഗിക്കുക. ഈ പാരന്റ് കൺട്രോൾ അതിൽ എനേബിൾ ചെയ്തിട്ട് പിള്ളേരെ കൂടി നമ്മുടെ കൂട്ടത്തിൽ അതിൽ ചേർക്കുക. ഓൾറൈറ്റ്. അപ്പം ടെക്നോളജിയാണ് ഇത്രയും നേരം സംസാരിച്ചത്. ഇനി ടെക്നോളജി അല്ലാത്ത ഒരു സാധാരണ രീതിയിൽ ഒരു മനുഷ്യന് സംഭവിച്ച ഒരു കഥ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു ഷോ വൈൻഡപ്പ് ചെയ്യാം. എൻ്റെ ഒരു സുഹൃത്ത്, വേണമെങ്കിൽ പറയാം, അടുത്ത സുഹൃത്തല്ല, കുറച്ച് അകന്നൊരു സുഹൃത്ത് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറയാണ്, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് വരുന്നു. വളരെ കോമൺ ആയിട്ട് സംഭവിക്കുന്നതാണ്. ഫ്രണ്ട് റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നു. ആക്സെപ്റ്റ് ചെയ്ത് അതൊരു ഇറ്റ് വാസ് എ ഗേൾ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചറൊക്കെ കണ്ടിട്ട് പുള്ളി കുറച്ചൊരു ഈ വാസ് ഓൺ 50s ആയിരുന്നു. അങ്ങനെ അത് ചെയ്യുന്നു. ചെയ്തിട്ട് അവരുമായിട്ട് ചാറ്റിങ് തുടങ്ങുന്നു. ചാറ്റിങ്ങിലൂടെ കുറേ സംസാരിക്കുന്നു. പിന്നെ നമുക്ക് ക്യാമറ ഓൺ ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ അദ്ദേഹം ലേറ്റായിട്ട് ഓഫീസിലിരിക്കുന്നു. പിന്നെ ലേറ്റായിട്ട് ഓഫീസിലിരിക്കാൻ തുടങ്ങി. വീട്ടിലാകുമ്പം അങ്ങനെയൊന്നും പറ്റാത്തതുകൊണ്ട് അങ്ങനെ അദ്ദേഹം ക്യാമറ ഓൺ ചെയ്യുന്നു. ക്യാമറയിലൂടെ പല രീതിയിലും പല കാര്യങ്ങളൊക്കെ ചെയ്യും. ഹൗ ഇറ്റ് കംസ് ടു ദാറ്റ് ഒരു രീതിയിലേക്ക് വരുന്നു. അങ്ങനെ കുറേ ദിവസം ഇങ്ങനെ ചാറ്റ് ചെയ്ത് പുള്ളി അവർ വാട്സപ്പിലേക്ക് വരാൻ പറയുന്നു. വാട്സപ്പിലും ഇതുപോലെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. ഒരു ദിവസം ഇതെല്ലാം സ്റ്റോപ്പായി. ദെർ ഈസ് നോ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു മെസ്സേജ് അയാൾക്ക് അതേപോലെ വരികയാണ്. ഒരു യൂട്യൂബ് ലിങ്ക്, ഒരു പ്രൈവറ്റ് യൂട്യൂബ് ലിങ്ക്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇയാൾ കാണിച്ച മുഴുവൻ കാര്യങ്ങളും റെക്കോർഡ് ചെയ്തിട്ട് ഷി വാസ് ടെല്ലിങ്, സെൻഡ് മീ $5,000 ടുഡേ, 24 hours സമയം തരാം, ഇല്ലെങ്കിൽ ഐ നോ ഓൾ യുവർ കോണ്ടാക്ട്സ്, നിങ്ങളുടെ മകൻ മുതൽ എല്ലാവരും ഫേസ്ബുക്കിൽ കണക്റ്റഡ് ആണല്ലോ, ഐ വിൽ ബി പാസിങ് ദിസ് ലിങ്ക് ടു എവറി സിംഗിൾ പേഴ്സൺ ഇഫ് യു ഡോണ്ട് പേ മീ. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മുനീർ, എനിക്ക് ഒരു രക്ഷയും കാണുന്നില്ല, ഐ ആം കംപ്ലീറ്റ്ലി ബ്ലാങ്കാണ്, എന്താ ചെയ്യേണ്ടത് യാതൊരു വിവരമില്ല, ഞാൻ ആത്മഹത്യ അല്ലാതെ എനിക്ക് ഒരു വഴിയില്ല, എൻ്റെ മോളൊക്കെ ഉണ്ട്, പഠിക്കുന്ന മോളും മക്കളൊക്കെ ഉണ്ട്. പിന്നെ അദ്ദേഹം ആകെപ്പാടെ യു അണ്ടർസ്റ്റാൻഡ്. അങ്ങനെ വന്നിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് കാണാം. പുള്ളി പറഞ്ഞു എനിക്ക് കാണണം, അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞു. നേരിട്ട് ഫോണിൽ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വന്നിട്ടാണ് പുള്ളി ഇതെനിക്ക് കാണിച്ചു തന്നിട്ട് പറഞ്ഞു ഇതാണ് അവസ്ഥ, ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് നിങ്ങളെ മാത്രമല്ല, ലോകത്ത് പലർക്കും പലപ്പോഴും സംഭവിച്ചൊരു കാര്യമാണ്. ഇത് വലിയൊരു ആനക്കാര്യമൊന്നായിട്ട് നിങ്ങൾ എടുക്കല്ല. ആദ്യം റിലാക്സ്, ടേക്ക് ഇറ്റ് ഈസി, ആദ്യം അത് ചെയ്യുക. എന്നിട്ട് ആദ്യം എല്ലാം ബ്ലോക്ക് ചെയ്യുക. കം ഔട്ട് ഓഫ് ദ ഹോൾ ജംഗിൾ. എല്ലാ പാസ്വേഡും നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ അക്കൗണ്ടും ഡിലീറ്റ് ചെയ്യുക. ഒരു ആക്സസും ഇതിന് കൊടുക്കാതെ നിങ്ങൾ ഇവരാദ്യം ബ്ലോക്ക് ചെയ്ത് എല്ലാവരെയും ബ്ലോക്ക് ചെയ്ത് ഈ പറഞ്ഞ ഒരാളെ ബ്ലോക്ക് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ട് ഡിലീറ്റ് എല്ലാം ഡിലീറ്റ് ചെയ്താണ്. ഒരു സീസ് ഫയർ, ഇനൊന്നും ചെയ്യാതിരിക്കുക കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദിസ് ഈസ് നോട്ട് ദ എൻഡ് ഓഫ് ലൈഫ്. എക്സാക്ട്ലി. ഇത് ലൈഫിൻ്റെ അവസാനമൊന്നുമല്ല. നിങ്ങൾ വീട്ടിൽ പോവുക. വീട്ടിൽ പോയിട്ട് നിങ്ങൾ ഭാര്യനെയും കുട്ടികളൊക്കെ വിളിച്ച് അവിടെ ഇരുത്താം. എന്നിട്ട് വരാം, മക്കളെ എനിക്കൊരു തമാശ പറയാനുണ്ട്, നിങ്ങൾ ചിരിക്കരുത്, എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ സംസാരിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, ക്യാമറ ഓൺ ചെയ്തു. പക്ഷേ ഇതെല്ലാം അവർ മോർഫ് ചെയ്തിട്ട് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എൻ്റെ പിന്നിൽ വരുന്നുണ്ട്. ഇതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇതിനി ചിലപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് അവർ മെയിലയക്കും, നിങ്ങൾക്ക് മെസ്സേജ് അയക്കും, നിങ്ങളുടെ അടുത്ത് ഇത് വരും. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങൾ
ബ്ലോക്ക് ചെയ്ത് കളയുക, ഡിലീറ്റ് ചെയ്ത് കളയുക ചെയ്താൽ മതി. അതൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. ഇത് ഇങ്ങനെ പറ്റിപ്പോയതാണ്. ഐ ഡിഡ് എ മിസ്റ്റേക്ക്, ഇറ്റ്സ് എ മിസ്റ്റേക്ക്. എക്സാക്ട്ലി. വേറെ ഒന്നും എനിക്ക് ചെയ്യില്ല. ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു, ഞാൻ അറിയാതെ അങ്ങ് വീണ് പോയതാണ്. പക്ഷേ ചെയ്തതൊന്നും ഞാനല്ല എന്നുള്ള നിലക്ക് നിങ്ങൾ അവരെ കൺവിൻസ് ചെയ്തിട്ട് ഇനി ഞാൻ ഒരിക്കലും അത് ചെയ്യുകയും ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം എന്ന് കൃത്യമായിട്ട് ഓപ്പണായിട്ട് പറയാം. ഒരു പക്ഷേ മക്കളൊക്കെ നോക്കും, ഭാര്യ ഒന്ന് പെട്ടെന്നൊന്നും നിൽക്കില്ല എന്ന് വരാം. പക്ഷേ അത് പറഞ്ഞു, അവരെല്ലാവർക്കും ഇത് കാര്യങ്ങൾ മനസ്സിലായി. അങ്ങനെ അവർക്ക് മെസ്സേജ് വന്നു, അവരതേപോലെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, കാര്യങ്ങൾ വിട്ടു. പിന്നെ അയാൾ പറഞ്ഞു, അപ്പോൾ അയാളുടെ 1-2 ഫ്രണ്ട്സിനൊക്കെ ഇത് പോയി. അവർ വിളിച്ചു ഇങ്ങനെ ചോദിച്ചപ്പോൾ പറയും അത് ഫ്രോഡാണ്, ഇങ്ങനെയാണ്. പിന്നെ ആ ഒരു സംഭവത്തോടെ അയാൾക്കുണ്ടായൊരു കോൺഫിഡൻസ് ഭയങ്കരമായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, എന്തൊക്കെ സംഭവിച്ചാലും ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ നിരവധി മനുഷ്യന്മാരാണ്. നമ്മളൊന്നും പ്രവാചകരോ അതല്ലെങ്കിൽ എന്താ പറയുക മാലാഖമാരൊന്നും അല്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും പലരും നമ്മൾക്ക്, പ്രത്യേകിച്ച് നമ്മൾ എന്താ ശീലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, എന്തെങ്കിലുമൊക്കെ സംഭവം നമ്മുടെ ലൈഫിൽ വരുമ്പോൾ അത് മക്കളുടെ ഭാഗത്തു നിന്നാണെങ്കിലും നമ്മുടെ കുടുംബത്തിൽ ആരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഉടനെ അങ്ങ് കയറി ദേഷ്യം പിടിച്ച് അവരെ ഒറ്റപ്പെടുത്തി സംസാരിക്കുന്നതിന് പകരം അവർക്ക് പറയാനുള്ളത് ഒരു നിമിഷം കേൾക്കുക, ഒന്ന് മനസ്സിലാക്കുക, അവരെ കൂടെ നിൽക്കുക. ഇതൊരു വലിയൊരു അപകടഘട്ടമാണ്. ഒരു അസുഖം വരുന്നതിനേക്കാളോ ഒരു ധനനഷ്ടം വരുന്നതിനേക്കാളോ വലിയൊരു മാനസിക പിരിമുറുക്കം സൃഷ്ടിക്കുന്ന വലിയൊരു സംഭവമാണ്. ആ സമയത്ത് നിങ്ങൾ അവരെ ചേർത്ത് പിടിച്ചിട്ട് ഇതൊന്നും അല്ലടേ, ലെറ്റ്സ് മൂവ് ഓൺ ഇൻ ലൈഫ് എന്ന് പറയുന്ന ആ ഒരു വാക്കാണ് ഒരു പക്ഷേ. കാരണം ഇത് നമ്മുടെ മനസ്സിനെ വല്ലാണ്ട് അലോസരപ്പെടുത്തുന്നൊരു സംഭവമാണ്. ഈ ഓൺലൈൻ എന്ന് പറയുന്നൊരു വലിയൊരു അഡിക്ഷനും ഒരു രോഗവും കൂടിയാണ്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ അതിനെ നേരിടേണ്ടത്. അല്ലാതെ ഒളിച്ചോടിയോണ്ട് കാര്യമില്ല, ജീവിതം നഷ്ടപ്പെടുത്തിയോണ്ടും കാര്യമില്ല. ലൈഫ് ഈസ് ഓൺലി വൺസ്. പലപ്പോഴും നമ്മൾ പലരുമായിട്ട് ചാറ്റ് ചെയ്യുമ്പോഴും പലരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ തമാശകൾ പറയാം, ചിലപ്പോൾ പലതും അങ്ങനെ ഇങ്ങനെയൊക്കെ വരാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അനാവശ്യമായിട്ട് അങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാം. ഇതൊരു ലൈസൻസ് ടു കിൽ അല്ല, നിങ്ങൾ ഇതൊരു ലൈസൻസ് ആക്കി എടുക്കണ്ട. അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കലാണ് നമ്മുടെ മാന്യതയോട് കൂടി നമ്മളെല്ലാം ചെയ്യും. പലപ്പോഴും പറ്റിപ്പോകാം, നമ്മുടെ മനുഷ്യൻ്റെ ബലഹീനതകളാണല്ലോ. അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇനി അഥവാ നമുക്ക് അറിയുന്നവരുടെ അടുത്താണ് പറ്റിയെങ്കിൽ അവരോട് പറയാം, സോറി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ട് അയച്ചതല്ല, എൻ്റെ ഭാഗത്ത് തെറ്റിപ്പറ്റിപ്പോയി, മാപ്പാക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പിൻവലിയാം. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സംഭവിച്ച് പോയിട്ടുണ്ടെങ്കിൽ അവരോട് പറയാം ഇതൊക്കെയാണ് എന്നുള്ള രീതിയിൽ നമ്മളതിനൊന്ന് വൈൻഡപ്പ് ചെയ്ത് റീസ്റ്റാർട്ട്. നമ്മളെപ്പോഴും പറയും ലേൺ, അൺലേൺ ആൻഡ് റീലേൺ. പഠിച്ചുകൊണ്ടിരിക്കും പല കാര്യവും, കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം പുതിയതാണെന്ന് തോന്നും, അപ്പോൾ അൺലേൺ ചെയ്യുക, പിന്നെ വീണ്ടും വേറെ കാര്യങ്ങൾ റീലേൺ, പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ലൈഫ് വിൽ ബി ജിങ്കാലാല. വിത്ത് ദാറ്റ് നോട്ട്, താങ്ക് യു സോ മച്ച് മിസ്റ്റർ അബൂബക്കർ. ഇറ്റ് വാസ് പ്ലഷർ മീറ്റിംഗ് വിത്ത് യു ആൻഡ് താങ്ക്സ് എ ലോട്ട് ഫോർ കമ്മിങ് ഔട്ട് ആൻഡ് ടേക്കിംഗ് ഔട്ട് ടൈം and coming into the show. It's my pleasure. It was really, really wonderful. Thank you, sir. And that will be so helpful for the public. Thank you. നമ്മൾ വീണ്ടും കാണും. We'll have some events together Sure. to showcase the talents what you have. 100%. All right? 100%. Let's save the community. അങ്ങനെയുള്ള ഒരു നോട്ടോട് കൂടി ഈ ഷോ അവിടെ അവസാനിക്കുകയാണ്. ഇനി വീണ്ടും നെക്സ്റ്റ് ഫ്രൈഡേ ഇതേ സമയം നിങ്ങളുടെ പ്രിയപ്പെട്ട UBL TVയിലേക്ക് നമ്മൾ വീണ്ടും പുതിയ അതിഥികളുമായി പുതിയ വിഷയങ്ങളുമായിട്ട് വന്ന് കാണുന്നതാണ്. Till then, take good care of yourself. Munir Al Wafa with love.